ആരടി നിന്റെ ഉമ്മച്ചി? എന്നെ ഉമ്മച്ചിന്ന് വിളിക്കാനേ ഞാൻ പ്രസവിച്ച എന്റെ മോനുണ്ട്. ഹലോ ഇക്ക, എന്താ വിശേഷം? സുഖായിട്ടെത്തിയില്ലേ? സുഖമായിട്ടെത്തി. പിന്നെ എങ്ങനെയുണ്ട് പുതിയ വീടും സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ, എനിക്ക് ആദ്യം കണ്ടപ്പോൾ പറഞ്ഞത് തന്നെ പറയാനുള്ളൂ. എൻ്റെ മോള് നിൻ്റെ മോന് അങ്ങനെയൊന്നും ഇല്ല. ഇനി രണ്ടു പേരും നമ്മുടെ മക്കൾ തന്നെയാണ്. അതെന്താ ഇക്ക അങ്ങനെ പറയുന്നത്? അത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ. ഇഷമോളുടെ ഉമ്മച്ചിനി ഞാൻ തന്നെ അല്ലേ. എവിടെ ഇഷമോൾക്കൊന്ന് കൊടുത്തേ? ഇഷമോൾ എതപ്പച്ചി വിളിക്കുന്നത്. ഹലോ പച്ച. മോളെ, പുതിയ വീടും ഉമ്മച്ചീനൊക്കെ ഇഷ്ടമായോ? ഇഷ്ടായി പച്ച. പിന്നെ മോളുടെയും മോൻ്റെയും സ്കൂളിൻ്റെ അഡ്മിഷൻ്റെ കാര്യം പച്ചി ഉമ്മച്ചീനെ കൊണ്ട് ശരിയാക്കി കേട്ടോ. ഫോൺ. അപ്പോൾ ഓക്കെ, എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായിട്ടോ. പിന്നെ വിളിക്കാമേ, ബൈ. ഓക്കെ അക്ക, ശരി, ബൈ. ഉമ്മച്ചിയോ? ആരടി നിന്റെ ഉമ്മച്ചി? എന്നെ ഉമ്മച്ചിന്ന് വിളിക്കാനേ ഞാൻ പ്രസവിച്ച എന്റെ മോനുണ്ട്. നീ എന്നെ ഉമ്മച്ചിന്നൊന്നും വിളിക്കണ്ട കേട്ടോ. നിന്റെ ഉപ്പച്ചിന്റെ മുമ്പിൽ മാത്രം എന്നെ അങ്ങനെ വിളിച്ചാൽ മതി കേട്ടടി. ഇനി ഇതൊക്കെ വിളിക്കുമ്പോ അങ്ങ് വിലപ്പി കൊടുത്തിട്ടുണ്ടെങ്കിലേ എന്റെ തനി സ്വഭാവം നീ കാണും. ഡി, ഇവിടെ കിടന്ന് ഉറങ്ങുകയാണാ? പോയി അപ്പുറത്തെങ്ങാനും പോയി ഉറങ്ങടി. അപ്പുറത്തോ? ഞാനും നിങ്ങളെ കൂടെ ഇവിടെ കിടന്നോട്ടെ. ആഹാ, അങ്ങനെ നീ ഇപ്പൊ ഞങ്ങളെ കൂടെ കിടക്കണ്ട കേട്ടോ. ഞാനിവിടെ താഴെ കിടന്നോളാം. ഒറ്റക്ക് കിടക്കാൻ പേടിയായിട്ടാ. എണീറ്റ് പോയിട്ട് അപ്പുറത്ത് പോയി കിടക്കടി. മോൻ അവിടെ പോയി കിടന്നു. നീ പൊടി ചെല്ലടി അങ്ങോട്ട് അപ്പുറത്ത് പോയി കിടന്നോ. ഇമ്മച്ചി ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഉണ്ടാവൂലെന്നല്ലോ. ഇമ്മച്ചി, എനിക്ക് പേടിയാവണ്. ഡേ, ഉച്ചവണ് വരെ കിടന്നു പറഞ്ഞാന്നാണ് വിചാരം? എണീറ്റ് പോയി മുറ്റടിക്കടി. വിശന്നിട്ട് ഞങ്ങൾക്ക് ചായ എന്തെങ്കിലും തരുമോ? അതിന് നീ ഒരു ചായ ഉണ്ടാക്കി വെച്ചിക്കണ? പോയി മുറ്റടിക്കാൻ നോക്ക ആദ്യം. വരാട്ടാ. എടാ, എനിക്ക് എന്നോട് ദേഷ്യമാണോ? എനിക്ക് നല്ല ഇഷ്ടമാണ്. ടിമ്മിക്കുട്ടന് നല്ല ഇഷ്ടമാണ്. ഇനി മുതൽ നീ എൻ്റെ സ്വന്തം അനിയനാട്ടോ. ഡി, നിന്റെ മുറ്റടിക്കൽ കഴിഞ്ഞോ? എനിക്ക് ചായ വേണോ? അവിടെ പോയി എടുത്തു കുടിച്ചോ. എനിക്ക് ഹോർലിക്സ്. ഉമ്മച്ചി പോയിക്ക്, ഞാൻ കുടിച്ചോളാം. മുഴുവൻ കുടിക്കണട്ടാ. കുടിച്ചോ? ആൻഡ്രൂ മോൻ കുടിച്ചോട്ടാ. ഇമ്മച്ചിന്റെ ഫോണാണല്ലോ എടുക്കണോ? ഹായ് പച്ചി. ഹായ് ഇഷമോളെ. പച്ച. എന്തൊക്കെയുണ്ടടി, സുഖാണോ? അത് പിന്നെ. ഹായ് ഇക്ക, എന്താ വിശേഷം? ഞാൻ നേരത്തെ എത്ര തവണ വിളിച്ചു, എന്തേ ഫോൺ എടുക്കാഞ്ഞേ? ഞാൻ കുറച്ച് തിരക്കിലായിരുന്നടി. നീ എന്തായി, നമ്മുടെ മക്കളുടെ അഡ്മിഷന്റെ കാര്യം അന്വേഷിച്ചോ? അത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ നേരത്തെ വിളിച്ചതേ. പിന്നെ നമുക്ക് ഇഷ്ടംപോലെ ഇവിടുത്തെ സാധാരണ സ്കൂളിൽ ചേർത്തിയാലോ? പിന്നെ മോനെ നമുക്ക് ഇവിടുത്തെ ഇംഗ്ലീഷ് മീഡിയത്തിലും ചേർക്കാം, അവൻ ചെറുതല്ലേ. അത് വേണോ? നമുക്ക് രണ്ടുപേരും ഒരു സ്കൂളിൽ ചേർത്താൽ പോരെ? അതല്ലേ നല്ലത്. ഫോൺ കട്ടായല്ലോ. നീ ഉപ്പച്ചിനോട് എല്ലാം പറഞ്ഞു കൊടുക്കുന്നില്ലേടി? അത് ഞാൻ ഫോൺ എടുക്കണ കണ്ടു. മതി, നീ ഒന്നും പറയണ്ട. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ, അറിയാലോ എന്നെ. ഞങ്ങളെ രണ്ടാളെ ഒരു സ്കൂളിലാക്കി തരുമോ? നിന്നെ സ്കൂളിൽ തന്നെ ചേർത്തണമെന്ന് ഞാൻ ആലോചിക്കട്ടെ. ഇക്ക വിളിക്കണ്ടല്ലോ, പൊക്ക അവിടുന്ന്. ഇക്ക നേരത്തെ എന്തേ കട്ടായി? അത് ഷോപ്പിൽ ഒരാൾ വന്നിരുന്നടി. നീ എന്താ പറഞ്ഞ നേരത്തെ? ഞാനേ ഇഷമോളെ നമുക്ക് സാധാരണ സ്കൂളിൽ ചേർത്തിയാ പോരെ? അതെന്തിനാ? രണ്ടുപേരെ ഒരു സ്കൂളിൽ ചേർത്താൽ മതി. അല്ല, അവള് വലിയ വേണ്ട, രണ്ടുപേരെ ഒരു സ്കൂളിൽ ചേർത്താൽ മതി. അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ വേറെ സംസാരം വേണ്ട, രണ്ടുപേരും ഒരു സ്കൂളിൽ മതി. പിന്നെ ഞാൻ കുറച്ച് ക്യാഷ് ഒന്ന് വൈകിട്ട് അയക്കാം. അപ്പോൾ അതിന് കുറച്ച് ഡ്രസ്സൊക്കെ മക്കൾക്ക് വാങ്ങിക്കൊടുത്തു. കൂട്ടത്തിൽ നീ ഒന്ന് വാങ്ങിക്കോ. അടി, അടുത്ത ആൾ വരുന്നുണ്ട്. ഞാൻ പിന്നെ രാത്രി വിളിക്കാം കേട്ടോ. ശരിക്കാ. ഇനി രണ്ടിനും കൂടി ഒരു സ്കൂളിലാക്കണം അത്ര. ഇവിടെ തന്നെ രണ്ടും കൂടി ഒട്ടിയിട്ടാണ് നടക്കണം. പോരാത്തിന് അവൾക്ക് ഡ്രസ്സും വാങ്ങിക്കൊടുക്കാൻ. അവളെ ഡ്രസ്സിൻ്റെ ക്യാഷിന് എനിക്കൊരു ചുരിദാർ വാങ്ങാം.
A B C നല്ല ചിക്കൻ പൊരിക്കണ സ്മെല്ലല്ലേ? എന്നൊക്കെയാ നെയ്ച്ചോറും ചിക്കനും ഉണ്ടാക്കുന്നുണ്ട്. ഹായ്, എനിക്ക് ലെഗ് പീസ് തരണേ. ഹെമിൻ ഭക്ഷണം കഴിക്കാൻ വാ. മമ്മി വാ വാ വന്നിരിക്കും കഴിച്ചോ. ഇഷാത്താത്തനെ വിളിക്കട്ടെ? ആ വിളിക്കാം. ഇഷ എന്താ? നിന്റെ ചോറ് അടുക്കളയിലുണ്ട്, വേണേ പോയി കഴിച്ചോ. ഞാനും അടുക്കളയിൽ ഇരിക്കട്ടെ? വേണ്ട വേണ്ട, നീ ഇവിടെ നിന്ന് കഴിച്ചാൽ മതി. എനിക്കൊന്നും വേണ്ട. ഇനി കഴിക്കാണ്ടിരിക്കണ്ട, അവിടെ ഇന്ന് കഴിച്ചോ. എന്നാ ഹെമിൻ, ഇഷത്താത്ത നമുക്ക് ഉണ്ടാക്കും കൂടി കഴിക്കാം. ഇഷത്താത്ത, എന്നാ എനിക്കിഷ്ടമുള്ള ലബീസ്. ഇഷത്താത്ത കഴിച്ചോ? ഹെമിൻ, ഇമ്മച്ചി നമ്മുടെ സ്കൂളിൽ അഡ്മിഷൻ ശരിയാക്കാൻ പോയിക്കണ്. എടാ, നമ്മൾ രണ്ടാളും ഒരു സ്കൂളിലാവോ? ഇഷത്താത്ത പേടിക്കല്ലേ? എന്താണ് രണ്ടും കൂടി ഇവിടെ? ഒന്നുമില്ല. ആ പിന്നെ നിങ്ങളെ രണ്ടുപേരെ സ്കൂളിന്റെ അഡ്മിഷൻ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. നിന്റെ ആഗ്രഹം പോലെ തന്നെ ഒരു സ്കൂൾ തന്നെ എന്നിട്ടടി. ആ പിന്നെ യൂണിഫോം നിനക്ക് ഒരു സെറ്റ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ക്ലാസ് കഴിഞ്ഞ് വന്നാൽ എന്നും അത് അലക്കിക്കോണം കേട്ടോ. എമിമോനിക്കുന്ന പുതിയ ബാഗ്. എന്നാ നീ പഴയ ബാഗ് ഉപയോഗിച്ചാൽ മതി. എന്താടി? എന്റെ അപ്പച്ചീനൊന്ന് വിളിച്ചു തരുമോ? നിനക്ക് എന്തിനാ പപ്പച്ചിനെ വിളിച്ചിട്ട്? ഇപ്പച്ചീന്റെ സൗണ്ട് കേൾക്കാൻ പൂതിയായിട്ടാ. നിന്റെ പച്ചി ഇപ്പൊ എന്നെ തന്നെ വിളിക്കാറില്ല. എന്നിട്ടാപ്പോ പോയി ആ ഡ്രസ്സൊക്കെ ഒന്ന് അലക്കിയേ. പോയോ? അവൾക്ക് വിളിച്ചു കൊടുത്തിട്ടാണ് ഇവിടെ നടക്കണൊക്കെ വിളമ്പി കൊടുക്കാൻ. എന്തായാലും ഇക്കാനൊന്ന് വിളിച്ചു നോക്കാം. ഹായ് ഇക്ക. എന്താ വിശേഷം? മക്കൾ അഡ്മിഷനൊക്കെ സെറ്റ് ആക്കിയില്ലേ? ഓ അഡ്മിഷനൊക്കെ സെറ്റാക്കി. രണ്ടുപേർക്കും യൂണിഫോമും ബാഗൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ അടിപൊളി അടിപൊളി. എവിടെ ഇഷമോളെ എവിടെ അവക്കൊന്ന് കൊടുത്തേ? ഓ എനിക്ക് ഇഷമോളെ മാത്രമേ പറ്റുള്ളൂ. എൻ്റെ മോനൊന്നും ചോദിക്കാറേ ഇല്ലല്ലോ നിങ്ങള്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ലേ. എവിടെ എമിമോനെ എവിടെ അവനക്ക് കൊടുത്തെന്നാല്? അവന് ഫോണിന്റെ മുന്നിലൊന്നും കിട്ടൂല. എന്നാ എവിടെ ഇഷക്ക് കൊടുക്ക്. അവള് കുട്ടികളൊപ്പം കളിക്കുക. അവളെന്നെ ചോദിക്കാറൊന്നുമില്ലടി. ഹേയ്, അവൾക്ക് അതിന് ഇവിടെ എന്ത് കുറവുള്ളത്? അവൾ ഇവിടെ നല്ല ഹാപ്പിയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ അവൾ പോയതിന് ശേഷം ഇഷമോൾ ഇത്രയും പിരിഞ്ഞിരുന്നിട്ടില്ല. അതാ ഞാൻ ചോദിക്കണേ. ഏയ് അവൾക്കൊരു കുഴപ്പമില്ലേക്കാ. അവളെ ഞാൻ പൊന്നു പോലെയല്ലേ നോക്കണേ. ആ ഒരു സമാധാനത്തിലല്ലേ സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്നാൽ പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. ഇല്ലേക്കാ. ഓക്കെ ഞാൻ എന്നാൽ രാത്രി വിളിക്കാം. ഓക്കെ ശരി. ഇഷമോള് എടി ഇഷ, നിന്റെ അലക്കല് കഴിഞ്ഞോ? അത് കഴിഞ്ഞ് കടയിൽ പോകാനുള്ളതാ. ഇഷത്താത്തക്ക് എന്താ പറ്റി? തീരെ വയ്യമിനെ, നല്ല പനിക്കുന്നുണ്ട്. എവിടെ നോക്കട്ടെ? നല്ല പണിയുണ്ടല്ലോ. ഞാൻ മച്ചേനെ വിളിച്ചിട്ട് വരാട്ടാ. ഇഷത്താത്താക്ക് വെയ്യൊന്നും ഉണ്ട് വരുമോ? നീ ഒന്ന് പോയേ, ഞാൻ ഈ സീരിയലൊന്ന് കാണട്ടെ. പറ്റൂല മച്ച, വാ. ഓ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. എന്താടി നിനക്ക്? നല്ല പണിയാണൊക്കെ, തീരെ വയ്യ. പണിയെടുക്കാനുള്ള മടിക്ക് നീ കള്ളം പറയല്ലേടി. അല്ലെങ്കിൽ സത്യമായിട്ടും തീരെ വയ്യ. എവിടെ ഞാനൊന്ന് നോക്കട്ടെ. ഒരു ചെറിയ പനി, അതിനാണ് ഇപ്പൊ അവള് പൊതച്ചു മൂടിക്കെടുക്കുന്നത്. ഇത് ഹോസ്പിറ്റലിലൊന്നും പോണ്ട, നാളെ രാവിലെ മാറിക്കോളൂ. സാരി താത്തത് വിളിച്ചോ? വേണ്ടേ താത്ത, സാരി വിളിച്ചോ? ഞാൻ എപ്പ താത്ത? പോയിക്കോ, പനി പകരണ്ട. തുടങ്ങിക്കോ, മാറിക്കോളൂ. എമിറ്റ, നീ പോയി ഉറങ്ങിക്കോ. അവള് നടന്നു വന്നോളും. ഹെമിന, നിനക്ക് ഇതിൽ എന്താണ് കഴിക്കാൻ വേണ്ടേ?
ഒന്നും വേണ്ട. ആ പെണ്ണില്ലാത്തോണ്ട് ഒരു സ്വസ്ഥത ഉണ്ട്. ഞാൻ തന്നെ ഓർഡർ ചെയ്തോളാം. ഒരു ടെൻഡർ കൊക്കയിലും 2 സിംഗർ ബർഗർ. ഓക്കെ. ഒരു ബർഗർ കൂടി വെച്ചിട്ട് ചെയ്യോ? ഓ നിനക്ക് ഇഷ്ടത്താത്ത കൊടുക്കാനാവൂല്ലേ? അല്ല കുട്ടി, ഇത് കണ്ണു തിന്നാനാ. ചേട്ടാ ഒരു ബർഗർ പാർസലുമാണ്. ഓ കളക്ടറമ്മ എത്തിയാ? ഞാൻ എമിനെ കുറേ കാത്തുന്നു. അവസാനം ടീച്ചർ എന്നോട് പറഞ്ഞ് നിങ്ങൾ കൊണ്ടുപോയിന്ന്. ഓനെ കൊണ്ടുപോകണ ഒന്ന് പറഞ്ഞോടെ എന്നാ. ഓ ഇനിയിപ്പോ എല്ലാം നിന്നോട് ചോദിച്ചിട്ട് ചെയ്യാം. അതെ വേഗം പോയി ആ യൂണിഫോം അലക്കാൻ നോക്ക്. ഇഷത്താത്ത വാതിലിട്ട് വേഗം. എന്തിനാണ് ഇപ്പൊ വാതിലെടുക്കണ്? വാതിലിട്ടൊക്കെ ഞാൻ പറയാ. ഇനി എന്താ കാര്യം പറ. ഇതെന്താടാ? തുറന്നോക്ക്. ഹായ്, എൻ്റെ ഫേവറേറ്റ് ബർഗർ. മീൻ കഴിക്കും. ഇഷത്താത്ത കഴിച്ചോ? എനിക്ക് വേണ്ട, ഞാൻ തിന്നതാ. ഉമ്മച്ചി വരുന്നുണ്ടോ നോക്കേ. അതെ, എന്താ ഇത് സ്കൂളിൽ നിന്ന് തന്നതാ. ഇനി ഇതെന്താണ്? സ്കൂളിൽ നിന്ന് ടൂറോ ഉണ്ട്, ഞാനും പോയിക്കോട്ടെ. ഓ നിനക്കിനിപ്പോ ടൂർ ആവാത്തിന്റെ കുഴപ്പമുള്ളൂ. പോയി യൂണിഫോം അലക്കടി. എൻ്റെ ക്ലാസ്സിൽ നിന്ന് എല്ലാവരും പോകുന്നുണ്ട്. അതെ ബാക്കിയുള്ളവർ തുള്ളണ്ടിട്ട് നീ തുള്ളണ്ട കേട്ടാ. ഓ ഈ അക്കൗണ്ടിൽ ക്യാഷൊക്കെ എവിടെ പോണോ? എന്തായാലും ഇക്കാനോടൊന്ന് ഇടാൻ പറയാം. ഹലോ. ഇക്ക. ആ നീ വിളിച്ച കാര്യം മനസ്സിലായി. മോള് സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നുണ്ടാവില്ലേ? ടൂറോ? അതെങ്ങനെ നിങ്ങൾ അറിഞ്ഞി? അതെനിക്ക് സ്കൂളിൽ നിന്ന് വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അത് ശരി, നിങ്ങൾക്ക് മെസ്സേജ് തന്നീനാ? എനിക്ക് വന്നിരുന്നു. എന്തായാലും അവള് പോയിക്കോട്ടെ, ക്യാഷ് ഞാൻ ഇട്ടോളാം. വേണ്ടക്ക, അവളെ പറഞ്ഞു വെച്ചിട്ട് വല്ല അസുഖം പിടിച്ചിട്ട് വന്നിട്ട് ഇനി. അതൊന്നും സാരില്ലടി, കാരണം എനിക്കോ ചെറുപ്പത്തിൽ പോകാൻ പറ്റിയിട്ടില്ല. അവളെങ്കിലും പോട്ടെ, അവള് പൊക്കോട്ടെ, ഞാൻ പേയ്മെന്റ് ഇട്ടോളാം. അത് വേണോ? സാരില്ല, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ രാത്രി വിളിക്കാം കേട്ടോ. അതൊക്കെ കുറച്ച് ക്യാഷ് കട്ടായി. ഞാൻ വിചാരിച്ച കാര്യം നടന്നില്ല, അവളെ കാര്യം നടന്നും ചെയ്തു. എന്തായാലും അവൾക്കൊരു പണി എടുക്കും. ഇഷ ഇങ്ങോട്ട് വാടി, ഇവിടെ വന്നേ. നിനക്ക് സ്കൂളിന് ടൂറാണോ? നാളെ മുതൽ ഈ വീട്ടിലെ എല്ലാ ക്ലീനിങ്ങും നീ ചെയ്യണം. അത് ഓക്കെ ആണെങ്കിൽ നിനക്ക് ടൂറിന് പോവാം. എന്താ ഓക്കെ ആണോ? ഓക്കെ, ഞാൻ ചെയ്തോളാം. അതെ, എൻ്റെ ചെരുപ്പൊന്ന് പൊട്ടി. എന്ത്? 2 ദിവസം മുന്നല്ലടിയോ ഞാൻ അത് ഒട്ടിച്ചു തന്നത്, പിന്നെയും പൊട്ടിച്ചോ നീ? ഇനി അത് ഒട്ടിക്കാൻ പറ്റും തോന്നുന്നില്ല. നീ ഇപ്പൊ എന്റെ മുന്നിൽ നിന്ന് പോയേ. ഹലോ ഇക്ക, മോളുടെ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ക്യാഷ് അയക്കുവോ? മോൾക്ക് ചെരുപ്പ് വാങ്ങിക്കൊടുക്കാനായിരുന്നു. റിപ്ലൈ ആണല്ലോ. മോൾക്ക് വാങ്ങിക്കൊടുത്തേക്ക്. അവൾക്ക് ചെരുപ്പും ഒരു ഷൂവും കൂടി വാങ്ങിക്കൊടുത്തോ. പാവാണ്, അവൾക്ക് ചെരുപ്പും ഷൂവിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. ക്യാഷ് ഞാൻ പെട്ടേതാട്ടോ. ഇഷത്താത്താക്ക് എന്താ പറ്റി? എൻ്റെ ചെരുപ്പ് പൊട്ടിയടാ. ഉമ്മച്ചിനോട് പറഞ്ഞപ്പോൾ നല്ല ചീത്ത പറഞ്ഞ്. രണ്ടുപേരും വേറെ റെഡിയായേ, ചെരുപ്പ് വാങ്ങാൻ പോവാ. ഹെമി, അതെ ഇവൾക്കൊരു ചെരുപ്പ് വേണമായിരുന്നു. ഓക്കെ. ഹായ് ഹായ് എമി, ഇതെങ്ങനെ ഉണ്ടടാ? ഇഷത്താത്ത സൂപ്പർ. അയ്യോ ഇത്ര വിലയുള്ളൊന്നും വേണ്ട, ഏറ്റവും വില പറഞ്ഞ 100 രൂപന്റെ ഒക്കെ മതി. 100 രൂപയ്ക്ക് അബായി ചെരുപ്പ് കിട്ടുള്ളൂ താത്ത. ഇത് മതി. ഇതിട്ടോക്ക്. ഇതിട്ടിട്ട് ഞാൻ എങ്ങനെ സ്കൂളിൽ പോവാ? അതിട്ടിട്ട് സ്കൂൾക്ക് പോകാൻ പറ്റുമെങ്കിൽ പോയാൽ മതി കേട്ടോ. ഹെമിനെ നിനക്ക് ഈ ഷൂ എടുത്താലോ? വേണ്ട. എന്താണാവോ പരാതി? കുട്ടികൾ ഞാൻ ചെരുപ്പിട്ടിട്ട് കളിയാക്കാണ്. എന്തിന്? ആ ചെരുപ്പിന് എന്താ കുഴപ്പം? കമ്പങ്കാട് കോയന്റെ ചെരുപ്പ് എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കാണ്. അത് നന്നായി. കൊമ്പങ്കാട് കോയെ സെലിബ്രേറ്റ് ചെയ്യാണ്. നമുക്ക് ഇനി എന്ത് ചെരുപ്പാ വേണ്ടെന്നാവോ?
ഇഷത്താത്തക്ക് എന്താ പറ്റി? സ്കൂളിൽ ആ ചെരുപ്പിട്ടിട്ട് എല്ലാവരും കളിയാക്കാടാ. ഇഷത്താത്ത സാരി എന്നാ അമ്മച്ചിനോട് പറയാ. എന്താ മോനെ? ഉമ്മച്ച ഇഷത്താത്തക്ക് ഒരു ചെരുപ്പ് മേടിച്ചോ? എടാ നീ അവളുടെ കാര്യങ്ങൾ നോക്കാതെ നിന്റെ കാര്യം നോക്കി നടക്കടാ. പാവല്ല ഇഷത്താത്ത. എടാ ഇന്ന് ഉമ്മച്ചിക്ക് ഒരു കല്യാണം ഉണ്ട്, നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരിക്കും, നീ കൂടെ വരണോ? ഓക്കെ ആണോ? ഓക്കെ. എന്നാ പോയി വേഗം ഡ്രസ്സ് മാറി. ഇഷത്താത്ത നമ്മളീ കല്യാണത്തേക്ക് പോകണം, വേഗം റെഡി ആയിക്കോടി. ആണോ? ആ എമീൻ പോകാം. അല്ല നീ എങ്ങോട്ടാ? എമ്മീൻ പറഞ്ഞു കല്യാണത്തിൽ പോണുണ്ടെന്ന്. അത് ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിനാ പോകുന്നത്. അത് ഞാനും അവനും കൂടി പോയിക്കോളാം. അല്ലെങ്കിൽ നിന്നൊക്കെ ഒരു പരിപാടിക്ക് കൊണ്ടാൻ പറ്റൂടി? ഇഷത്താത്ത ഇല്ലെങ്കിൽ ഞാനില്ല. എന്നാ നീ ഇല്ലെങ്കിലേ ഞാൻ ഒറ്റക്ക് പോയിക്കോളാം. എന്തൊരു കഷ്ടാണ് എൻ്റെ കാര്യം. നിനക്കെങ്കിലും കല്യാണത്തിന് പോയിക്കോടെ എന്നാ. ഇഷത്താത്ത നമുക്കൊരു പണി കൊടുത്താലോ മച്ചിക്ക്? വേണ്ട എമ്മീൻ, വെറുതെ പണിയാവണ്ട. അതൊക്കെ ഉണ്ട്, നോക്കാം. അവൻ്റെ എമീനെ ഡാ എന്ത് വലിയ കല്യാണം എഴുതുന്നറിയാം. നിനക്ക് വന്നിടായിരുന്നാ? എൻ്റെ ഇഷത്താത്താനും കെട്ടിപ്പിടിച്ച് നിന്നല്ലേ നീ? ഹൗ എന്തൊക്കെ ടൈപ്പ് ഫുഡുകൾ എഴുതുന്നറിയോ? ഈഷ ആ ഫ്രിഡ്ജിൽ നിന്ന് ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്തിട്ട് വാടി. ഇഷത്താത്ത ബാത്റൂമിലാണ്, ഞാൻ തൊണ്ടറ. എന്താ മച്ച ജ്യൂസ്? കൊള്ളാലോ. കൊള്ളാലോ. വയറിന് എന്തോ പിടിച്ചിട്ടില്ല തോന്നുന്നു. ഫുഡ് കണ്ടപ്പോൾ വാരി വെച്ച് കഴിച്ചും ചെയ്തു അവിടുന്ന്. എമിനെ ഇതൊന്ന് പിടിച്ച, ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരാം. എടാ നീ എന്താടാ ഇങ്ങനെ ചിരിക്കണേ? അമ്മ ഇമ്മച്ച് ബാത്റൂമിൽ പോയതാ. അല്ലോ എൻ്റെ വയറിന് എന്താ പറ്റിയെന്നോ. ഡീഷ നോക്കിക്കാതെ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി കൊണ്ടുപോടി. ആ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. അല്ലാതെ പിന്നെയും വരുന്നു. എടാ എന്താടാ പ്രശ്നം? പണി തുടങ്ങി. അല്ലടാ നീ എന്താ ചെയ്ത്? നീയെ മെച്ചിന്റെ ജ്യൂസിലെ വിമ്മുട്ട്. എടാ ഭയങ്കര. എടാ നാളെ എനിക്ക് കുറേ പഠിക്കണ്ടല്ലോ, നാളെ പരീക്ഷയാണ്. ഇഷത്താത്ത വേഗം പഠിച്ച. ഡീ ഈ വീട്ടിലെ ക്ലീനിങ് ജോലി മൊത്തം നീ ഏറ്റതല്ലേ? അതുകൊണ്ടല്ലേ ടൂർ പോവാൻ എനിക്ക് ഞാൻ ക്യാഷ് തന്നത്? ആ അടുക്കളന്റെ ബാത്റൂമിന്റെ ഒക്കെ കോലെന്താടി? എനിക്ക് കുറേ പഠിക്കാനുണ്ട്. ഓ പഠിച്ചിട്ട് നീ ഇപ്പൊ കളക്ടർ ആവാൻ പോവല്ലേ? എനിക്ക് നാളെ പരീക്ഷ ഉണ്ടായിരുന്നു, ഞാൻ നാളെ ചെയ്താ പോരെ? അങ്ങനെ ഇപ്പൊ ഇവിടെ നാളെക്കായിട്ടൊന്നും മാറ്റിയേക്കണ്ട. പണിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാ മതി. മച്ച ഇഷത്താത്ത പഠിച്ചോട്ടെ. എമ്മിമോൻ പഠിച്ചു കേട്ടാ. ഇഷ നീ വേഗം പോയി ക്ലീൻ ചെയ്തേ. അതെ നേരെ എത്രയെന്ന വിചാരം? പോയി കിടന്നുറങ്ങാൻ നോക്ക്. കണ്ടിപ്പില്ലെങ്കിലും ലാഭം കിട്ടട്ടെ. ഉമ്മച്ച് ഒരു പണി കൂടും കൊടുക്കണം. ഉമ്മച്ചി ഇതൊക്കെ കാണുന്നുണ്ടോ? എൻ്റെ പുതിയ ഉമ്മച്ചിക്ക് എന്നെ തീരെ ഇഷ്ടമല്ല. എന്നെ എപ്പോഴും വഴക്ക് പറയും. ഉമ്മച്ചിൻ്റെ ഉപ്പച്ചിൻ്റെ കൂടെ ഞാൻ എത്ര ഹാപ്പി എന്ന്. ഉമ്മച്ചി എന്തിനാ ഞങ്ങളെ വിട്ടു പോയത്? ഉപ്പച്ചിനോടൊന്നും മിണ്ടാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ആ പിന്നെ ഉമ്മച്ചി, എനിക്കിവിടെ ഒരു കുഞ്ഞ് അനിയനുണ്ട്, അവനക്ക് മാത്രമേ എന്നോട് ഇഷ്ടമുള്ളൂ. ഇഷത്താത്ത ആരോടാ സംസാരിക്കുന്നേ? ഞാനേ എൻ്റെ ഉമ്മച്ചിനോട് സംസാരിച്ചതാ. ഇനിമോൻ എൻ്റെ ഉമ്മച്ചിനെ കണ്ടിക്കണോ? ഇല്ലല്ലോ, ഞാൻ നോക്കട്ടെ. ബാ ഞാൻ കാണിച്ചു തരാം. നല്ല രസമുണ്ടല്ലോ. ഇഷത്താത്ത കാര്യണ്ട് ഞാനില്ലേ? എടാ ഇന്നത്തെ പരീക്ഷയ്ക്ക് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ലടാ.
ഇനിയും കണ്ടില്ലടാ അമ്മച്ചി ഇന്നലെ ഒന്നും പഠിക്കാൻ സമ്മതിക്കാത്ത. ഇഷത്താത്ത പേടിക്കണ്ട, ഞാൻ ഉമ്മച്ചിക്കുള്ള പണി കൊടുക്കും. എടാ ഈ നാട്ടിലെത്തിയോ? എപ്പോ? അത് ശരി, സർപ്രൈസ് ആയിട്ടോ. ഇങ്ങോട്ട് വരുന്നുണ്ടോ വൈകുന്നേരോ? ആ എന്നാ ഇവിടെ നാക്കട്ടെ ഫുഡ്. ആടാ, ഓക്കെ ഓക്കെ. എടാ എമിനെ, എമിനെ, എമിനെ. എടാ നിന്റെ മാമൻ ഗൾഫിൽ നിന്ന് വന്നിക്കുന്നടാ. ഇന്ന് വൈകുന്നേരം എങ്ങോട്ട് വരും. ആയി മുട്ടായി കൊണ്ടുവരോ? ആ മുട്ടായി ഒക്കെ കൊണ്ടുവരും. ഞാനേ മാമന് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ. ഡി നിന്റെ ആങ്ങളെ വരുന്നുണ്ട്. നിന്നെ ഈ കൺവെട്ടത്ത് കണ്ടുപോയത്. ഏതെങ്കിലും റൂമിൽ പോയിരുന്നോണോ? അതെ, ഞാൻ സഹായിക്കണോ? നീ തൊട്ട് ആ ഫുഡ് കേടെടുത്തണ്ട. എൻ്റെ ആങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കിക്കോളാം. നീ പോയിട്ട് ആ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ നോക്ക്. നല്ല വർത്താനം. ഈ ആകെ തടിച്ചല്ലടാ. എന്നിട്ട് എന്തൊക്കെയാ എന്റെ വിശേഷങ്ങള്? അൽഹംദുലില്ലാ റാഹത്താണ്. എന്നിട്ട് എന്തൊക്കെയാ എന്റെ വർത്താനം? എന്നാലും എനിക്ക് എന്നോട് ചെറിയ പരിഭവം ഉണ്ട് കേട്ടോ. ഈ ഞങ്ങളെ കല്യാണത്തിന് കൂടിയില്ല. എന്താ ചെയ്യാ, കഫീല് വിടണ്ടേ? ഇതൊക്കെ എന്താ കയ്യില്? ഇത് കുട്ടികൾക്കുള്ള മിഠായും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ വേണ്ടായിരുന്നു. എല്ലാ അഭിഭാത്ത ഇഷമ്മോടെ കല്യാണത്തിന്റെ ഫോട്ടോയിൽ കണ്ടിട്ടുള്ളൂ, ആളുകളെ കണ്ടില്ല. ഇവിടെ ഇവിടെ എന്താ? അവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. നമ്മളെ കൂട്ടത്തിൽ ചേർത്താൻ പറ്റിയ കുട്ടിയൊന്നുമില്ല. അതെന്തിയാ? അത് എന്നെ എമിനിയൊന്നും അവൾക്ക് കണ്ടൂടെ? അത് ചെറിയ കുട്ടിയല്ലേ അഭിഭാത്ത. ആ കവറിൽ തന്നെ അവൾക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട്. അതിൻ്റെ വക ഇത് അവൾക്ക് കൊടുത്താളെ. ഇതെന്താടപ്പോ സാധനം? ഇത് സ്വർണ്ണ? ആ അതാ കുട്ടിക്കുള്ളതാണ്. അത് ചെറിയ ഡയമണ്ടിന്റെ വളയാണ്. എൻ്റെ വക കുട്ടികൾ ഗിഫ്റ്റ് ആയിക്കോട്ടെ അയച്ചിട്ട്. ആ ഞാൻ കൊടുത്തോണ്ട് ഇപ്പൊ ഈ കാര്യം അവളോട് പറയാനൊന്നും നിൽക്കണ്ടാ. ആയിക്കോട്ടെ. ആ ഞാൻ കൊടുത്തോണ്ട് ഇപ്പൊ ഈ കാര്യം അവളോട് പറയാനൊന്നും നിൽക്കണ്ടാ. അല്ല നമ്മളെ എമിക്കുട്ടനോടെ? എമി മോനെ, ഇത് ആരാ വന്നിട്ട് നോക്കിയേ? അല്ല ഇത് ആരാണ്? മുട്ടായി കൊടുന്ന മാമ. മിഠായി ഇതാ അമ്മച്ചിന്റെ കയ്യിലുള്ള കവറിലിതാ മിഠായി. ഫുള്ള് എനിക്കുള്ള തന്നെ കേട്ടാ. അല്ലോ ടൈം ഓവറായി, ഞാൻ പോവാണ്. എനിക്ക് ടൈമില്ല. ഞാൻ ഇനി കുറേ സ്ഥലത്ത് കയറാനുള്ളത്. അതൊന്നും പറ്റൂല. ഫുഡ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. കഴിച്ചിട്ട് പോവാം. നിൽക്ക് ഞാൻ എടുക്കട്ടെ. ഇതെന്തായാലും ഇത് കുടിക്ക്. ഞാൻ ഭക്ഷണം എടുക്കട്ടെ. ഇതാ എനിക്കിഷ്ടമുള്ള മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വേഗം കഴിക്ക്. മാഷാ അല്ലാ, നിങ്ങൾ കുക്കിങ്ങിൽ പണ്ടേ പുലിയല്ലേ. ആ ഈ എന്തായാലും കഴിക്ക്. കഴിച്ചിട്ട് പറ. ആയിക്കോട്ടെ. എന്തൊരു ഉപ്പാണ്. ഉപ്പാ? ഇതാകെ ഉപ്പാണ്, കഴിക്കാൻ വയ്യ. എന്തൊരു എരിവാണ് ചിക്കന്. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഇതെന്തുപ്പത്? നീ വലിയ കുക്കൊക്കെ അല്ലേ, നീ തന്നെ കഴിച്ചോ. ഞാൻ പോവാണ്. പിന്നെ ഞാൻ പോവണ്ട. ബൈ ബൈ പോവല്ലടാ, ഫുഡ് ഓർഡർ ചെയ്യാ. ബൈ. ഞാൻ അങ്ങനെ ഇനി ഇത് കഴിക്കുക? എനിക്കെന്തിനത്? അല്ലടാ മിനി, മാമനെന്താ പോയി? അതൊക്കെ ഉണ്ട്, ഞാൻ പറയാ. അല്ലടാ നീ പറ. ഞാൻ എൻ്റെ മാമാൻ്റെ ഫുഡിലില്ലേ ഞാൻ ഉപ്പ് മുളക് ഇട്ട്. എൻ്റെ റബ്ബേ. എന്നാലും ആ ചോറിൽ ആരായിരിക്കും ഉപ്പും മുളക് ഇട്ടിട്ടുണ്ടാവുക? ഞാനല്ല കറക്റ്റ് ഇട്ടതായിരുന്നല്ലോ. ഇനിയിപ്പോൾ ആ പെണ്ണേറ്റായിരിക്കുമോ? ഞാനാണെങ്കിൽ അവളിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ ആട്ടിയതുമാണല്ലോ. ഇഷത്താത്ത ഇഷത്താത്ത. ആ എന്താടാ? മാമന് നിങ്ങൾക്ക് വള കൊടുക്കണ വള. വളേ? എന്ത് വള? സ്വർണത്തിന്റെ വളാണ്. പിന്നെ പോടാ പറ്റിക്കാതെ. സത്യം. ശരിക്കും? എന്നിട്ടോടടാ? മെച്ചിന്റെ കൈ കൊടുത്തിക്കണ്. ആ എന്നാ ഇപ്പൊ കിട്ടിയത് തന്നെ. കണ്ടില്ലേ, ഇപ്പൊ കിട്ടും. ഹായ്, എന്നാ ഞാൻ വേഗം പോയിട്ട് വരാം. എന്താ വിളിച്ചേ? എടി നീയല്ലടി ആ ചോറിൽ ഉപ്പും മുളകും വാരിയിട്ട്? അയ്യോ ഞാനല്ല, ഞാൻ ആ വഴിക്ക് വന്നിട്ടില്ല. എന്തായാലും എൻ്റെ ഫുഡ് കൊള്ളായപ്പോൾ നിനക്ക് സമാധാനമല്ലോ. പൊയ്ക്കോ വരുന്നു. അല്ല. ആ എന്താ? അയ്യോ ഒന്നില്ല. എന്തായി കിട്ടിയ? ആ കിട്ടിയടാ. നീ ഉപ്പും മുളക് ഇട്ടേനെ എനിക്കാണ് കിട്ടിയത്. എന്നാലും ഓൻ്റെ മുന്നിൽ മാനം പോയല്ലോ. ആ മാനം പോയാൽ എന്ത്, ഒരു ഡയമണ്ടിൻ്റെ വള ഇട്ടില്ല. ഇത് ഈ മോഡലായത് നന്നായി. അതുകൊണ്ട് എനിക്കും കൂടി ഇടാൻ പറ്റി. എന്തായാലും ഇനി ഇതിൻ്റെ കയ്യിലിരിക്കട്ടെ. ഇഷത്താത്ത ഇഷത്താത്ത.
അതെന്താടാ? ഇതില് നാരങ്ങ വേണാ? എന്ത് മാതള നാരങ്ങ? ഞങ്ങളെ നാട്ടിലൊക്കെ പറയല്ലേ ബബ്ലൂസ് നാരങ്ങ എന്നാ. അല്ലടാ, ഇന്നലെ ഞാൻ പഠിപ്പിച്ചൊക്കെ മാഡം ചോദിച്ചാ? എല്ലാം ഞാൻ മാറ്റോട് പറഞ്ഞടിച്ച്. ഹായ് ഗുഡ് ബോയ്. അല്ലെങ്കിൽ എമിനി സൂപ്പറാണ്. ഇഷത്താത്തക്ക് വള തന്നമ്മച്ചി. അത് ഉമ്മച്ചി തരലുണ്ടാവൂലടാ. ഇഷത്താത്ത ഒന്നും കൂടി പോയി ചോദിച്ചോക്ക്. അത് വേണടാ. ചോദിച്ചോക്ക്, അത് പോയി ചോദിച്ചോക്ക്. ശരി, ചോദിച്ചു നോക്കാം. അതെ, എന്താ ഹെമിമോൻ പറഞ്ഞു മാമന് ഒരു വള കൊടുക്കണമെന്ന്. മാമൻ അങ്ങനെ പല സാധനം കൊണ്ടുവരും. അതൊക്കെ ആർക്ക് കൊടുക്കണമെന്നേ ഞാൻ തീരുമാനിച്ചോളാം കേട്ടോ. എടാ ഉമ്മച്ചി എനിക്ക് തന്നീലടാ. ഇഷത്താത്ത അപ്പ വരാം. ഉമ്മച്ചിയെ, എന്താ മോനെ? നിനക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ പറയടാ. ഉമ്മച്ചിക്ക് നന്നായിക്കോടെ. ഡാടാ രണ്ടും കൂടി നടന്നിട്ട് ഒരു ടീമായിക്കുന്നു. ഇതെന്ത് തേങ്ങനൊന്നും മനസ്സിലാവണില്ലല്ലോ. ഇക്ക വിളിക്കണ്ടല്ലോ. ഹലോ ഇക്ക. ആ എന്താ വിശേഷം? എന്തെറ്റി സൗണ്ടിന്? ആകെ ജലദോഷം പിടിച്ചിടും, ഒന്നും പറയണ്ട. ഓ, പിന്നെ നമ്മുടെ ഇഷ്ടമോൾക്കൊരു ഡയമണ്ടിന്റെ വളൊക്കെ കിട്ടിയെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ എങ്ങനെ അറിഞ്ഞേ? ആ അത് നീ എന്നോട് പറഞ്ഞില്ലെങ്കിലും നിന്റെ ആങ്ങൾ എന്നോട് വിളിച്ച് പറഞ്ഞിരുന്നു. ഓ, അത് പിന്നെ അവന് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, നീ അവളൊന്ന് വിളിച്ചേ. ഞാൻ അവളെ കണ്ടിട്ട് എത്ര ദിവസമായി. ആ ഇഷമോള് കളിക്കാണ് ഫ്രണ്ട്സിന്റെ ഒപ്പം. ഞാൻ ഇനിയിപ്പോ അവളെ കുറെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. ദിവസമായി അവളോട് സംസാരിച്ചിട്ട്. ഞാൻ എപ്പോ വിളിച്ചാലും നീ അവൾ അവിടെയാണ് ഇവിടെയാണെന്ന് പറയും. ഇന്ന് എന്തായാലും അവളോടൊന്ന് സംസാരിക്കണം. ഞാൻ നീ അവളെ വിളിക്ക്. ഞാനൊന്ന് പോയി നോക്കട്ടെ. എന്നാ ഇക്ക കട്ട് ചെയ്യും. ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ 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 ശരി. ഇയാൾക്ക് മോളെ സൗണ്ട് കേൾക്കാഞ്ഞിട്ട് ഉറക്കം വരുന്നില്ലേ? ഷോ കുടുങ്ങിയല്ലോ. ഇപ്പൊ എന്താ ചെയ്യുക? എനിക്കിന്നിപ്പോ എങ്ങനെ ഒന്ന് രക്ഷപ്പെടുക? ഷോ കുടുങ്ങിയല്ലോ. ഇപ്പൊ എന്താ ചെയ്യുക? എനിക്കിന്നിപ്പോ എങ്ങനെ ഒന്ന് രക്ഷപ്പെടുക? ആ ഒരു വഴിയുണ്ട്. ഇഷ, എടി ഇഷ. എന്നെ വിളിച്ചോ? നീ ഇങ്ങ് വന്നേ. ഡി, നിന്റെ ഉപ്പച്ചിപ്പ വിളിക്കും. അപ്പൊ നിനക്കൊരു ഡയമണ്ടിന്റെ വള കിട്ടിയോന്ന് ചോദിച്ചാൽ നീ കിട്ടിയെന്ന് പറഞ്ഞാണോ കേട്ടോ. അതുപോലെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ നിന്റെ തനി സ്വഭാവം നീ കാണേണ്ടി വരും കേട്ടടി. നിന്റെ ഉപ്പച്ചി അവിടെ നീ എന്റെ കൂടെ നിൽക്കുക എന്നുള്ള ഓർമ്മ വേണം. മനസ്സിലായോ? എന്നാ ഈ വള കയ്യിലിട്ടോ. പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. ആ കൈ ഇങ്ങ് നീട്ട്. ഹായ്. ഞാൻ അതിന്റെ ഭംഗി നോക്കാതെ ഇവിടെ വന്നിരിക്കും. ഞാൻ അപ്പച്ചിനെ വിളിക്കട്ടെ. ഹായ് ഇക്ക, ഇതങ്ങളെ പൊന്നാര മോള്. ഹായ് ഇഷ്ടമോളെ. ഹായ് പച്ച. എന്താടി സുഖാണോ? ആ സുഖാണ് പച്ച. ഓക്കെ ഓക്കെ. എവിടെ ഡയമണ്ടിന്റെ വളൊക്കെ കിട്ടിയെന്ന് പറഞ്ഞല്ലോ, കാണിച്ചേ പച്ചിനെ. ഇതാ പച്ച. അയ്യോ അടിപൊളിയുണ്ടല്ലോ, സുന്ദരി ആയിട്ടുണ്ട്, മാഷാ അല്ലാ. പിന്നെ പഠിപ്പൊക്കെ എങ്ങനെ പോണു? സുഖമായിട്ട് പോണ്. ഓക്കെ ഓക്കെ. ഞാനേ അടുത്ത ആഴ്ച എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പം ഞാനേ കുറച്ച് ഡ്രസ്സുകളൊക്കെ കൊടുത്തേക്കാം മോൾക്ക് വേണ്ടിയിട്ടാ. അതെന്തിനൊക്കെ ഡ്രസ്സുകൾ കൊടുത്തയക്കുന്നത്? ഇപ്പൊ ഒന്നാമത് മോള് വലുതായിക്കണ. അവളെ സൈസ് ഒന്നും നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഞാൻ ഇവിടുന്ന് വാങ്ങിക്കൊടുത്തോണ്ട് ഇക്ക പൈസ അയച്ചെന്നാ മതി. ആ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, അവളുടെ ഇഷ്ടത്തിന് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നല്ലേ ഞാൻ പിന്നെ വിളിക്കാട്ടാ. ഓക്കെ ഇഷമോളെ ബൈ പറഞ്ഞേ. ബൈ പച്ച. ഓക്കെ ഡമത്തെ. നീ എന്തടി ഇവിടെ ഇരിക്കണേ? എണീറ്റ് പോടി. നിക്കടി അവിടെ. അല്ല പൊന്നുമോളെ എങ്ങോട്ടാ വള കയറ്റ്? അത് ഊരിത്താടി. ഇതൊന്നും ഇടാനേ നീ ആയിട്ടില്ല കേട്ടോ. പോകാൻ നോക്ക്. ഇതെന്റെ കയ്യിനാ ചേരുന്നത്. എന്താ നോക്കിക്കണേ? പോയിക്കോ. എമ്മിന് എങ്ങോട്ടാക്കടാ? നല്ല രസമുണ്ടല്ലേ? ഇതെന്താ? അതെ, എന്താണ്? നാളെയാണ് സ്കൂളിൽ നിന്ന് ചോറ് പോണത്. റൈഡിൽ കയറണമെങ്കിൽ ക്യാഷ് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. നിന്നിപ്പോ ടൂറിന് പറഞ്ഞാൽ വലിയ കാര്യം എന്ന് വിചാരിച്ചാൽ മതി. ബാക്കിയുള്ള കുട്ടികളൊക്കെ റൈഡിൽ കയറുന്നതേ അങ്ങോട്ട് നോക്കി നിന്നാ മതി കേട്ടാ. അവൾക്ക് ഇനി റൈഡിലും കൂടി കയറണത്രേ. ഇഷത്താത്ത, എന്താടാ? ഇഷത്താത്ത ടെൻഷൻ എടുക്കണ്ടേ, അപ്പ വരാം. ഇഷത്താത്ത ഇത് എടുത്തോ, ഇതില് പൈസ ഉണ്ട്. താങ്ക്സ് എമിനെ. നിനക്ക് വരുമ്പോൾ മുട്ടായി കൊണ്ടുണ്ടേ. പിന്നല്ലാതെ എമിക്കുട്ടനക്കല്ലാതെ ഞാൻ ആർക്കാ മുട്ടായി കൊണ്ടുവരാ? ഹലോ, ആ ഇസിൻ്റെ ടീച്ചറാണോ? അതെ അല്ലേ, രാത്രി 10:30 അല്ലേ?
ഓ ഞാൻ എത്തിക്കോളാം. ശരി ശരി. ആരമ്മച്ചി വിളിച്ച്? ആ അതെൻ്റെ ഇഷത്താത്താൻ്റെ ടീച്ചറാണ് വിളിച്ചത്. രാത്രി 10:30 ടൂർ കഴിഞ്ഞ് എത്തുമല്ലോ, പോയി കൊണ്ടുവരാൻ. അല്ല ഓട്ടോക്കാരനെ വിടാം. രാത്രിയില്ല മച്ച, നമുക്ക് രണ്ടാക്കും കൊണ്ടുവരാം. ശരിയാണ്. ഇനി ഇക്കറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. വാ നമുക്ക് രണ്ടാ കൂടി പോയി കൊണ്ടുവരാം. ഓക്കേ. എമിനെ എന്താടാ? ഹായ് ചോക്ലേറ്റ്. തത്ത ചോറത്തിലെ ട്രെയിന്. എമിമോന് പൈസ തന്നോണ്ട് എനിക്ക് റൈഡിലൊക്കെ കയറാൻ പറ്റി. ഇഷത്താത്ത തിന്നോ? ഇഷത്താത്തത് പൊട്ടിച്ചേ, നമുക്ക് തിന്നാം. മോളെ ഇഷ, എന്താടി ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കണ്? ഞാൻ തന്നെ അടി നിന്റെ ഉമ്മച്ചി. മോളെന്താ പഠിക്കുകയാണോ? ഞാൻ പഠിപ്പിച്ചേറ്റേ? വേണ്ട. അതെന്തു പറ്റി? മോൾക്ക് ഇപ്പോഴും എന്നെ പേടിയാണോ? അത് പിന്നെ പേടിക്കണ്ട കേട്ടോ. എന്നെ നിന്റെ സ്വന്തം ഉമ്മച്ചായിട്ട് കണ്ടാൽ മതി കേട്ടോ. എന്താ അങ്ങനെ നോക്കണ്? കുടിക്ക്. മോളെ ഇഷ, ഇനി മതി പഠിച്ചത്. വായോ, ഫുഡ് കഴിച്ചിട്ട് പഠിക്കാം. ദാ വരുന്നു. ഇമ്മച്ചക്ക് ഇപ്പൊ എന്ത് പറ്റിയെന്നാവോ? എന്നാലും പോയി നോക്കാം. വാ വാ, ഇവിടെ ഇരിക്ക്. കഴിക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ വാരിത്തരാം. എങ്ങനെയുണ്ട്? കറികളൊക്കെ ഇഷ്ടമായോ? എന്നാ ഒന്നുകൂടെ കഴിക്ക്. അയ്യോ എന്താ പറ്റി? വെള്ളം കുടിക്ക്. മോളി പ്ലേറ്റ് ആയിട്ട് എങ്ങോട്ടാ? അല്ല പ്ലേറ്റ് കഴിക്കാനും. അയ്യോ മോളിത് കഴിക്കണ്ട, ഉമ്മച്ചി കഴിക്കോളാം. മോള് പോയി കൈ കഴിക്കോട്ടാ. ഈശ മോളൊന്നിങ്ങ് വന്നേ. വാ ഇവിടെ വന്നിരിക്കും. മുടിയൊക്കെ ഒന്ന് ചീകി തരാം. ഇതാകെ ചിക്കാണല്ലോ. ഇനി ഉമ്മച്ചി എന്നും മുടി ചീകി തരാം കേട്ടോ. എൻ്റെ ഉമ്മച്ചി ഉണ്ടായിരുന്നപ്പോൾ എപ്പോഴും എൻ്റെ മുടി ചീക്കി തരുമായിരുന്നു. അതിനെന്താ, ഇനി ഈ ഉമ്മച്ചി എന്നും ചീകി തരാലോ. ഈശ മോളെ ഒന്നിങ്ങ് വന്നേ. എന്താ? മോള് വാ ഇവിടെ ഇരിക്ക്. മോളാ കൈയൊന്ന് നീട്ടിക്ക്. ഇതിനി മോളെ കയ്യിലിരിക്കട്ടെ കേട്ടോ. ഇഷ്ടപ്പെട്ടോ? ആ ഹായ്, എന്തൊരു ഭംഗിയാണ്. അയ്യോ ഇഷമോളെന്താ ഇവിടെ കിടക്കണേ? ഞാനിവിടെയാണല്ലോ കിടക്കാറ്. ഇനി മുതല് മോൾ ഉമ്മച്ചിന്റെ റൂമിൽ കിടന്നാ മതി കേട്ടോ. വാ ഉമ്മച്ചിന്റെ കൂടെ കട്ടിലിൽ കിടക്കാം. വാ. ഇഷമോളെ, ഇഷമോളെ, മോൾക്കൊന്ന് ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നു കേട്ടോ. മുഴുവൻ കഴിക്കണേ. മോൾ ഇനി മുതൽ ഈ പുതിയ ബാഗ് കൊണ്ടുപോയാൽ മതി കേട്ടോ. ഹായ്. മോൾ ഇനി മുതൽ ഈ പുതിയ ചെരുപ്പിട്ടാൽ മതി കേട്ടോ. ഹായ്, നല്ല ചെരുപ്പ്. ഇഷമോളെ, എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങണം കേട്ടോ. വാ. ആഹാ നല്ല ഭംഗിയായിക്കണല്ലോ. ഇതും കൂടി ഒന്ന് ഡ്രസ്സ് ചെയ്ത് നോക്കിയേ. ഇതൊന്ന് ഇട്ട് നോക്കിയേ. ഈ ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്തോളൂ കേട്ടോ. ഓക്കെ. ആ കുറേ വാങ്ങിയിട്ടുണ്ടല്ലോ മോൾക്ക് വേണ്ടിയിട്ട്. ആ മോൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ അങ്ങ് വാങ്ങിയതാ. മോൾക്ക് എന്താ ഡോൾസ് വേണോ? ഇഷ്ടമുള്ളത് നോക്കി എടുത്തോട്ടോ. ഹായ്, നല്ല അടിപൊളി വാച്ച്. ഇതെടുത്താലോ മോൾക്ക്? ഇഷ്ടമായി മോൾക്ക്? എന്നാ എടുത്തോട്ടോ. ഇനി വരണട്ടോ. മോള് കഴിക്ക്. എന്നാ അത് കുടിച്ചോ. ഈശ മോള് മധുത്ത് കഴിച്ചിക്കണോ? ഇല്ല.
എന്നാ നല്ലൊരു മധൂത്ത് കഴിച്ചാലോ? ആ വാ. ഇതാണ് കേട്ടോ ഇഷമോളെ മധൂത്ത്. ഇഷമോളെ നോക്കിയേ. എങ്ങനുണ്ട്? കൊള്ളാം. ഇഷമോളെ ഒന്നിങ്ങ് വേഗം വന്നേ. ഉമ്മച്ചീനെ വിളിച്ചോ? ആ വിളിച്ചു. മോളൊന്ന് ഇവിടെ വന്നിരുന്നേ. ഉമ്മച്ചി മോൾക്കൊരു സമ്മാനം തെറ്റേ. ആയ്, സമ്മാനം? എന്ത് സമ്മാനം? അതൊക്കെ ഉണ്ട്. മോളൊന്ന് കണ്ണടിച്ചേ. അത് വേണ്ട, ഉമ്മച്ചി തന്നാ മതി. കണ്ണടിച്ചാലേ തരൂ. എന്നാ ശരി, നാത്താ. കണ്ണ് തുറക്കല്ലേ. ആ താ. അതൊക്കെ ഉണ്ട്. മോളൊന്ന് കണ്ണടിച്ചേ. അത് വേണ്ട, ഉമ്മച്ചി തന്നാ മതി. കണ്ണടിച്ചാലേ തരൂ. എന്നാ ശരി, നാത്താ. കണ്ണ് തുറക്കല്ലേ. ആ താ. ഡി ഡി ഇന്ന് സ്കൂളിൽ വെച്ചിട്ട് ഉച്ച വരെ ഉറങ്ങാന്ന് വിചാരിച്ചടി. അയ്യോ, ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയതാ. ഇവിടെ എത്ര പണികളുണ്ടെന്ന് അറിയോ? വേണീറ്റ് വാടി. അയ്യോ, ഇതൊക്കെ സ്വപ്നെന്നോ? ഡി നീ എന്ത് സ്വപ്നം കണ്ടിരിക്കടി? ആ, ഞാൻ ഇപ്പൊ ക്ലീൻ ആക്കാം. ഇത് കഴിഞ്ഞിട്ട് കുറെ തുണികൾ അവിടെ അലക്കാണ്ട്. വേഗം തീർത്തിട്ട് വാടി. എന്നാ ഇത് മുഴുവൻ അലക്ക്. എല്ലാ സ്വപ്നമായിരുന്നു. എന്ത് രസമുണ്ടായിരുന്നു. ഉമ്മച്ചി എന്തൊക്കെയോ മേടിച്ചെന്ന്. ഇന്നലെ കഴിച്ച മധുഹൂത്തിൻ്റെ ടേസ്റ്റ്. എൻ്റെ ഉമ്മച്ചിയെ, നിങ്ങൾ ഇതൊന്നും കാണണില്ലേ? എടാ ഇങ്ങനെ എനിക്ക് എന്നോടൊരു കാര്യം പറയാണ്ടടാ. എന്താ പറയേ? എടാ, ഞാൻ ഇന്നലെ നല്ലൊരു സ്വപ്നം കണ്ടടാ. എന്ത് പ്രശ്നം എന്നോട് പറയ്. സ്വപ്നല്ലടാ പൊട്ട, സ്വപ്നം. അതിന് അത് പറയ്. എടാ, നമ്മളെ ഉമ്മച്ചില്ലേ കുറേ സാധനം എനിക്ക് മേടിച്ചു തന്നടാ. പിന്നെ തന്നെടാ, എനിക്ക് ചോറൊക്കെ വാരി തന്ന്. എന്നിട്ട് എടാ, എനിക്ക് ഡയമണ്ടിന്റെ വളയും തന്നു. ഇഞ്ചോ റബ്ബേ, എടാ, എനിക്ക് ഡയമണ്ടിന്റെ വളയും തന്നു. ഇഞ്ചോ റബ്ബേ. എനിക്ക് ഡ്രസ്സ് മേടിച്ചെന്ന്, ബാഗ് മേടിച്ചെന്ന്, ചെരുപ്പ് മേടിച്ചെന്ന്, എനിക്ക് കുറേ സാധനങ്ങൾ മേടിച്ചെന്ന്. അപ്പൊ ഞാനും അവിടെ ഇരുന്ന്. എന്താന്ന് എനിക്കറിയില്ല, സ്വപ്നത്തിൽ എവിടെ ഞാൻ എന്നെ കണ്ടില്ല. അപ്പൊ എന്നെ മറന്നില്ലേ? ഇതിന്റെ സ്വപ്നല്ലട മണ്ട, എനിക്കെന്താ ചെയ്യാൻ പറ്റുക? ആ, അത് ശരിയല്ലേ. പിന്നെ എൻ്റെ ഒരു ചിക്കൻ്റെ മലൂത്ത് കഴിച്ചത് ഒരു രക്ഷയില്ല മോനെ. എന്നിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്ന? സ്വപ്നത്തിലാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നടാ. ഡാഡി ഇഷ്ടത്തെ വെച്ച് നന്നായിക്കോളും. ശരിയായാ മതിയെന്നു. വൈറ്റ് ആൻഡ് സീ. മാഷി വെയിറ്റ് ആൻഡ് സീ എന്നാണ് ഉദ്ദേശിച്ചത്. നീ ഇതൊക്കെ ഒന്ന് വായിച്ചേ. 1 2 3 4 5 6 7 8 9 12 13. എന്നിട്ട് നീ പോണ് 12. നീ ആള് കൊള്ളാലോ. ഇഷ്ടത്തെ കണ്ട സ്വപ്നം ഞാൻ റിയലാക്കിയിട്ടേ. നീ ഏതിപ്പോ വായിക്കാൻ നോക്കിക്കേ. ഞാൻ റിയലാക്കിയിട്ടേ. പിന്നെ നടക്കണ കാര്യം വല്ല പറ. എന്താണ് ചെയ്യണ്? മുണ്ടാതിരിക്കണത് ഞാൻ വായിലായിക്കണ്. ഓ, ആലേക്കാണോ? നടക്കട്ടെ നടക്കട്ടെ. അറിയാ എന്താ ഐഡിയ? അതൊക്കെ ഉണ്ട്. ഇഷ്ടത്തെ കാത്തിരുന്നു എല്ലാം മറക്കും. ഞാനാ പറഞ്ഞു. കാറ്റു പറഞ്ഞത് അർത്ഥം തലോടുക, തഴുകുക, മാർഗം. ഇഷ ഒന്ന് വായർന്നേ. നിന്നോട് തന്നെയാണ് വായോർക്കാന്. തുറക്ക്. എന്താണ് മോളും കൂടി? നിനക്കുള്ള ഞാൻ വേറെ തരാട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇതും കൂടി അയക്ക്.
ജനഗമന അതിന ഭാരത ബാക്കിരിന്തോത്ത എന്റെ കയ്യിൽ നിന്നുള്ളിക്കേ സ്വപ്നല്ലേ അല്ലേട്ടാ അമ്മച്ചിക്ക് എന്താ പറ്റി? നീ എന്താ ചെയ്ത്? അതിനൊക്കെ ബുദ്ധി വേണം മോളെ. നീ ഇമിന് എന്ത് ബുദ്ധിയാ കാണിച്ചേ? ഒന്ന് പറഞ്ഞേ. ഫ്ലാഷ് ബാക്ക്. ആഹാ, ഫ്ലാഷ് ബാക്ക് ഉണ്ടോ? എന്താ മോനെ? ഞാൻ കളർ കൊടുത്ത കാറൊക്കെ സൂപ്പർ ആയിട്ട് എന്റെ മോൻ കളർ എടുത്തിക്കണല്ലോ. ഉമ്മച്ചിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കും മോനെ. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ ഉമ്മച്ചി ഞാൻ പറഞ്ഞ കേക്കണം. പറ്റോ? പിന്നെ അന്റെ ചോദ്യല്ലേ, പറ്റും. പച്ചിക്കോ? ഇല്ലടാ, നീ ചോദിക്ക്. കോയാണ് അതാ മുട്ട എണ്ണ ഉണ്ടായത് ആദ്യം? അതിപ്പോ എന്താ, മുട്ട. ഇനി മുട്ട ഇടാന് കോഴി വേണ്ട പൊട്ടത്തി. എടാ കള്ള, അതൊക്കെ എവിടുന്നാ പഠിക്കണ്? അപ്പൊ അമ്മച്ചി ഞാൻ പറഞ്ഞേക്കണം. ഓക്കെ, പറഞ്ഞോ. എന്താ വേണ്ടേ? ചോക്ലേറ്റ് ആണോ, മിഠായി ആണോ? അല്ല, പിന്നെ ഉമ്മച്ചി ഇഷത്താത്തക്ക് ചോറ് വാരി കൊടുക്കണം. പറ്റൂല. ഉമ്മച്ചി വാക്ക് പറഞ്ഞല്ലേ, വാക്ക് തെറ്റിച്ചാല് കണ്ണ് പൊച്ചു. വേറെ എന്തേലും പറഞ്ഞേ? പറ്റൂല. ശരി. എന്റെ റബ്ബേ, ഈ കുഞ്ഞു തലയിൽ ഇത്ര കുറിച്ചുബുദ്ധി ഉണ്ടായിരുന്നാ? ഇക്ക, നാളെ ഹെമിമോന്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ കേക്കും ഡ്രസ്സൊക്കെ ഒന്ന് വാങ്ങിക്കണമായിരുന്നു. കുറച്ച് പൈസ അയച്ചു തരണേ. ഇഷമോളോ, അവൾ പഠിക്കല്ലേ, നിങ്ങൾ എപ്പോഴും അവളങ്ങനെ ചോദിച്ചാൽ അവൾക്ക് ഡിസ്റ്റർബ് ആവൂലേ? എക്സാം ഒക്കെ അല്ലേ, കുട്ടി പഠിച്ചോട്ടെ. ഞാൻ പിന്നെ വിളിക്കാൻ പറയുന്നുണ്ട്. ഇക്ക, ഫോണൊന്ന് വെക്കണേ, എനിക്ക് കുറച്ച് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. എന്തേ? എനിക്ക് നാളെ മാത്സ് പരീക്ഷയാണ്. അതിനെന്താ, പരീക്ഷ ഇനി ഞാൻ പോയി എഴുതണോ? കുറേ പഠിക്കാനുണ്ട്. ക്ലീനിങ് ഒക്കെ നാളെ ചെയ്താൽ പോരെ? പിന്നെ കൊട്ടക്കണക്കിന് മാർക്ക് വാങ്ങി വരാനല്ലേ. ക്ലീനിങ് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതി. ഇഷത്താത്തക്ക് നാളെ പരീക്ഷ അല്ലേ? ക്ലീനിങ് മുഴുവൻ തീർത്തിട്ട് പഠിച്ചാൽ മതി ഉമ്മച്ചി പറഞ്ഞു. അല്ല, ഇഷത്താത്ത എനിക്ക് അപ്പിലാണ്ട് മുട്ടുണ്ട്. ഓടിക്കോ ഈ ചെക്കൻ്റെ ഒരു കാര്യേ. അയ്യോ, അങ്ങോട്ട് പോലെ, അവിടെ വെള്ളമുണ്ട്. നീ പോടി. അയ്യോ അയ്യോ, അങ്ങോട്ട് പോലെ, അവിടെ വെള്ളമുണ്ട്. നീ പോടി. അയ്യോ എന്റെ കഴുത്ത്. അയ്യോ, വിടടിന്നെ. നോക്കി പിടിക്കണിന്നെ. എന്റെ കഴുത്ത്. ഒന്ന് വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കടിഞ്ഞ്. എന്താ ഇഷത്താത്ത ചക്ക ഒന്ന് തൊണ്ട്? ചക്കല്ലടെ വീണ്, ഉമ്മച്ചിയാണ് വീണ്. നീ ഇങ്ങനെ അപ്പിട്ടിരുന്നോ? ഉമ്മച്ചി കിച്ചണില് വീണ്. ഇങ്ങോട്ടും വെച്ചോടെ, ഇങ്ങോട്ടും വെച്ചത് എന്തേലും പറ്റിയാ? കഴുത്തിനൊക്കെ എന്തൊക്കെയോ പറ്റിയിക്കണ്. എന്നിട്ട് അപ്പുറത്തെത്താത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഇന്റെ റബ്ബേ, എന്റെ നോട്ടും കഴുത്തൊക്കെ പോയി. എന്നെ മനഃപൂർവ്വം വീഴ്ത്താൻ വേണ്ടിട്ടില്ല നീ അവിടെ വെള്ളം ഒഴിച്ച്. എന്റെ കഴുത്ത്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ അവിടെ വെള്ളം ഉണ്ടെന്ന്. എന്തായാലും നിനക്കിപ്പോ സമാധാനമായല്ലോ. എന്റെ എമിമോനെ എവിടെടി? ഇവിടെ ഉണ്ടാവും, ഞാൻ വിളിക്കാം. ഇവനത്ത് എവിടെ പോയി കിടക്കുക? കാണുന്നില്ലല്ലോ. എന്തായാലും ഒന്ന് കിടക്കാം. കിടക്കാനും പറ്റുന്നില്ലല്ലോ. ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യ, എനിക്ക് വയ്യ. എടാ പിന്നെ ഉമ്മച്ചി വന്നിക്കണ്, വാ, എന്നെ വിളിക്കുന്നുണ്ട്. ഉമ്മച്ചി വന്നാ? ഞാൻ അതാ ഇപ്പൊ വരുന്നേ.
ഉമ്മച്ചിയെ എന്താ പറ്റിയത്? എമ്മി മോനെ ഉമ്മച്ചിന്റെ കഴുത്തൊക്കെ പോയടാ. ഉമ്മച്ചിയെ എടാ അത് കണ്ട ഈ ഉമ്മച്ചിന്റെ കഴുത്തിൽ ബെൽറ്റൊക്കെ വന്നു. നല്ല വേദന ഉണ്ടടാ. സാരി ഉമ്മച്ചിയെ മാറിക്കോളും. എടാ ഈശ തറയിൽ വെള്ളം ഒഴിച്ചിട്ടാടാ ഞാൻ വീണത്. ആണോ? ആടാ. ഉമ്മച്ചിനോട് ഒരു കാര്യം പറയട്ടെ. നീ ചോദിക്കട മോനെ. നമുക്ക് തിരുവനന്തപുരത്ത് വിളിച്ച് ചോദിച്ചാലോ? ആടാ നീയും ഉമ്മച്ചിനെ കളിയാക്കണില്ലേ? എടീഷ എടീഷ എന്താ? എടി വിശക്കണടി, എന്തെങ്കിലും തിന്നാൻ കൊണ്ടുപോവാ. ഞാനിപ്പോ കൊണ്ടുവരാ. അപ്പുറത്തെ വീട്ടിൽ നിന്ന് എന്താ ചിക്കൻ ബിരിയാണി കൊടുക്കണ്. ആണോ? എന്നാ വേഗം ഫുഡ് കഴിച്ചുവാ. ഇന്ന് ചിക്കൻ ബിരിയാണി കഴിക്കാലോ. ഇതെന്താടി, ഇത് കഞ്ഞിയോ? ഡോക്ടർ പറഞ്ഞ ഉപ്പില്ലാത്ത കഞ്ഞി മാത്രം കുടിച്ചാൽ മതിയെന്ന്. ഞാൻ എങ്ങനെയാടി ഉപ്പില്ലാത്ത കഞ്ഞി കുടിക്കുക? എനിക്ക് ചിക്കൻ ബിരിയാണി മതി. ചിക്കൻ ബിരിയാണി തിന്നണ്ട, കഞ്ഞി മാത്രം കുടിച്ചാ മതി. എനിക്ക് വേണ്ട ഈ ഉപ്പില്ലാത്ത കഞ്ഞി, നീ തന്നെ പോയി കുടിച്ചോ. എന്നുവെച്ചാൽ ഞങ്ങൾ ചിക്കൻ ബിരിയാണി തിന്നിട്ട് ബൈ. വിശന്നിട്ട് വയ്യല്ലോ. എമ്മി മോനെ, കുറച്ച് ചിക്കൻ ബിരിയാണി മച്ചിക്ക് കൊടുന്നാട്ടടാ. അത് ഞങ്ങൾ തീർത്തു. രണ്ടും കൂടി ആ തീർത്താ. വിശന്നിട്ട് വയ്യ, കഞ്ഞിയെങ്കിൽ കഞ്ഞി. എടി ഇഷ, എന്ത് പറ്റി? ആ കഞ്ഞിയും കൊടുത്തോണ്ടാടി. നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പുറത്തെ വീട്ടിലത്തെ കോഴി കൊടുത്തു. ഇനി വേറെന്തെങ്കിലും അവിടെ തിന്നായിപ്പുണ്ടാ? ഇവിടെ വേറെ ഒന്നുമില്ല. അല്ലാ, വിശന്നിട്ട് കുടല് കരിയുന്നല്ലോ. ഇനിയിപ്പോ ഞാൻ എന്താ ഉറങ്ങാൻ ചെയ്യാ? എടാ എമീനെ, ഉമ്മച്ചി ഒന്നും കഴിച്ചിട്ടില്ലല്ലോടാ. കഞ്ഞി വേണ്ട പറഞ്ഞിട്ടല്ലേ? അതൊക്കെ ശരിയാണ്, എന്നാലും പാവല്ലേ അമ്മച്ചി. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റോ? ഞാൻ എന്തെങ്കിലും അമ്മച്ചിക്ക് ഇന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെ? ആ വേണോ? ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിക്കോളാം. ഈ അമ്മച്ചിൻ്റെ അടുത്തേക്ക് പോ. ഉമ്മച്ചിയെ ഉറങ്ങിയോ? ഇല്ലയുടെ മോനെ, വിശന്നിട്ട് ഉറക്കം വരുന്നില്ലേ അമ്മച്ചിക്ക്. ഉമ്മച്ചിക്ക് ഇപ്പൊ സൊഡ ചേട്ടാ. ഇനി എവിടുന്നാടാ ഫുഡ്? ഇവിടുത്തെ ഫുഡൊക്കെ തീർന്നില്ലേ? അതൊക്കെ ഉണ്ട്, ഉമ്മച്ചി വിഷമിക്കണ്ട. ഇത് കഴിച്ചോളി. ഇതിപ്പോ എവിടുന്നാ? ഞാൻ ഇപ്പം ഉണ്ടാക്കിയതാ. പേടിക്കണ്ട, ഉപ്പിട്ടിക്കണ്. ചവക്കാൻ പറ്റുന്നില്ലല്ലോ. ഒന്നും കൂടി പോയി ഉണ്ടാക്ക്. കോഴിമുട്ട തീർന്നു. അതും തീർന്നാ? എന്നാ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ കൊണ്ടുവന്നിട്ടാ. ഇനി ഇഷ്ടത്താത്ത ടാസ്ക് ചെയ്യേ. അയ്യോ, ഇത് ഞാൻ ചെയ്യണോ? വേണം വേണം, ഇഷ്ടത്താത്ത ചെയ്യണം. ആയി നല്ല കൊരങ്ങച്ചൻ. സോണോ പേപ്പർ പെൻസിൽ സീസർ. ഞാൻ ജയിച്ചു. എന്താണ് ഇവിടെ ഒരു ബഹളം? ഞാൻ കുറച്ച് ദിവസം വയ്യാതായപ്പോഴത്തേക്ക് ഇവിടെ ചിരിയും കളിയായാ. ഈ നമ്മൾ വീട്ടിൽ പോയി കളിച്ചേ. ഈശ, നിനക്ക് അവിടെ ക്ലീനിങ് ഇല്ലേ? പോയി ക്ലീൻ ചെയ്യാൻ നോക്ക്. എമ്മി മോൻ, ഒന്ന് വേണ്ടി വന്നേ, വാ. എന്താ വെച്ചാ? എമ്മി മോൻ ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ നേരത്തെ അവിടെ എന്ത് കളിയാടാ കളിച്ചേ? നല്ല രസം ഉണ്ടായിരുന്നല്ലോ. എന്താ അതിന്റെ പേര്? സോളാ പേപ്പർ. സോനാ പേപ്പറോ? അതെന്ത് പേപ്പറാ? അമ്മച്ചിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ? ഞാൻ പഠിപ്പിച്ചത്. നമുക്കിപ്പോ കളിച്ചാലോ? എന്നാ അതിന്റെ സാധനം സ്വണ്ടെടുത്തിട്ട് വരാം.
ഉമ്മച്ചി തോറ്റാൽ എതിർക്കണം, ഞാൻ തോറ്റാൽ എതിർക്കണം. ഓക്കെ? ഓക്കെ, തുടങ്ങാം. പേപ്പർ പെൻസിൽ സിസർ. എമി തോറ്റേ. ഒന്നെടുക്ക്. ഞാൻ വായിക്കാം. ആ എമി മോനെ 1 മിനിറ്റ് ചിരിക്കാതിരിക്കണം. ഓക്കെ? അപ്പൊ ഓക്കെ, ചിരിക്കരുതേ. എമിക്കുട്ടാ ചിരിച്ച്. അയ്യോ തോറ്റേ എമിക്കുട്ട തോറ്റേ. അടിപൊളി കളി. നമുക്ക് ഒന്നുകൂടി കളിച്ചാലോ? സോണ പേപ്പർ പെൻസിൽ സിസർ. അയ്യോ ഞാൻ തോറ്റല്ലോ. ഇതിനെടുക്കേ. ഇതെന്തത് പാത്രം കിച്ചണൊക്കെ ക്ലീൻ ആക്കാനോ? ഏയ് ഇത് പറ്റൂല. ഇത് ഇഷന്റെ ഡ്യൂട്ടി അല്ലേ? പറ്റൂല, ഉമ്മച്ചി ചെയ്യണം. എനിക്കിട്ട് പണിതാണല്ലേ. ഞാനില്ലേ ഈ കോപ്പിലെ കളി. പറ്റൂല, റൂൾ ഈസ് റൂൾ. ആയിക്കോട്ടെ, എൻ്റെ റൂൾ ഈസ് റൂള്. ഞാൻ തന്നെ ചെയ്തോളാം. എന്നിട്ടാ ഞാൻ ചെയ്തോളാം. മാറിക്കോ ഇവിടുന്ന്. സ്വപ്നാണോ? അല്ലോടെ ഉമ്മച്ചിക്ക് എന്താ പറ്റി? ബുദ്ധി വേണം മോളെ. ഇത് ബുദ്ധിയല്ല, അത് കുരുട്ടു ബുദ്ധിയാടാ. വേണ്ടില്ലായിരുന്നു. അല്ലെങ്കിൽ ചോദിച്ച് പണിയാക്കുന്ന സ്വഭാവം പണ്ടേ എനിക്കുള്ളതാ. അതെ, എന്താ? സ്കൂളിൽ നിന്ന് പെയിന്റിങ്ങിന് എനിക്ക് ഫസ്റ്റ് കിട്ടിയ ട്രോഫി. അതാണ് ഇപ്പൊ അത്ര വലിയ കാര്യം. ഞാനും എന്തോരം വരച്ചിരുന്നതാ. നമുക്കൊന്നും പിന്നെ ആരും സമ്മാനം തന്നിട്ടില്ല എന്ന് മാത്രം. ഇതൊക്കെ ഇപ്പൊ എല്ലാവർക്കും വരക്കാൻ പറ്റുന്ന കാര്യമല്ലേ. അതിനൊക്കെ ഇപ്പൊ സ്കൂളുകാർ ഇങ്ങനെ ട്രോഫി എടുക്കണം. കിട്ടിയതല്ലേ, അവിടെ എവിടെയെങ്കിലും കൊണ്ടുവച്ചാളാ. എടാ നീ മോനെ, എന്നിട്ട് നോക്ക്, പെയിന്റിങ്ങിന് ഫസ്റ്റ് കിട്ടി എനിക്ക്. ഫസ്റ്റോ? ആടാ ഫസ്റ്റ് കിട്ടി. ഇങ്ങോട്ട് നോക്ക് ട്രോഫി. നോക്കട്ടെ. നല്ല രസമുണ്ടല്ലോ. ഇഷത്താത്ത എനിക്കും കൂടി പെയിന്റിങ് കളിച്ചു തരാം. ആടാ അതിനിപ്പോ എന്താ, ഞാൻ പഠിപ്പിച്ചു തരാലോ. ഇക്കെന്തോ മെസ്സേജ് അയച്ചിക്കണല്ലോ. ബീബ, ഇഷമോൾക്ക് ഡ്രോയിങ്ങിന് ഫസ്റ്റ് കിട്ടിക്കണല്ലേ? ഒരു കാര്യം ചെയ്യ്, അവൾക്ക് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുക്ക്. ഞാനേ കുറച്ച് ക്യാഷ് അയക്കാം. എന്നിട്ട് അവളുടെ കുറച്ച് ഫോട്ടോസും കൂടി അവിടെ നിന്ന് അയക്കും കേട്ടോ. ഇതിപ്പോ എങ്ങനെ ഇങ്ങനെ അറിഞ്ഞത്? സ്കൂൾ ഗ്രൂപ്പ് അറിഞ്ഞതായിരിക്കും. അതൊക്കെ നമ്മളൊരു ഗ്രൂപ്പ്. ഇനിയിപ്പോൾ പുറത്തുപോയി ഫുഡും വാങ്ങി കൊടുക്കണം, ഓരോത്തിന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണമല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? കൊണ്ടേയേക്കാം പുറത്തേക്ക്. എമീൻ, വേഗം റെഡി ആയിക്കോ, പുറത്തുപോയി ഫുഡ് കഴിക്കാം. അവളോടും പറഞ്ഞേക്ക്. ഇഷത്താത്ത വേഗം മാറ്റിക്കോടി, നമ്മള് പോവാണ്. എവിടേക്ക്? നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. ആണോ? എന്നാ വേഗം നമുക്ക് റെഡി ആവാ. നമുക്ക് ആ കടയിൽ കയറാം. അത് നല്ല രസമുണ്ട് അല്ലേ? എമ്മിക്കുട്ട, ഇതാണ് കേട്ടോ സാന്റാ ക്ലാസ്. ഇതാണ് ക്രിസ്മസ് ട്രീ. നല്ല രസമുണ്ടല്ലേ? ഇഷത്താത്ത ഇതൊന്ന് നോക്ക്, സ്റ്റാറ്. നിനക്കുള്ളത് ഞാൻ ഓർഡർ ചെയ്തു. എമ്മിക്കുട്ടാ, നിനക്കിതിൽ ഏതാടാ വേണ്ടേ? ഫസ്റ്റ് ഇട്ടിക്കണ് മാറിയിരുന്നേ. എന്നിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തോളാം. എന്തേലും ചെയ്യ്. ഇഷത്താത്ത എന്നിട്ട് പോവാ. ഇഷത്താത്ത ഇതിലെന്താ വേണ്ടത്? പിന്നെ ഓർഡർ ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൽ എന്താടാ ഉള്ളത്? നിങ്ങൾ രണ്ടാളും മുഴുവത് കുടിച്ചില്ലേ? വന്ന് പെണ്ണിന്റെ സ്വഭാവം തന്നെ ആയിക്കണ് ചക്കനക്കും. എടി, ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ ആദ്യം ടേബിൾ ക്ലീൻ ആക്കണം, എന്നിട്ട് മതി വേറെ പണിക്കോല് കേട്ടാ. രണ്ടും കൂടി കിടന്ന് കളിക്കണം. എന്നിട്ട് ഇപ്പൊ അതാരാണാവോ ബെല്ലടിക്കണ്? ആരാ? ഇഷേൻ്റെ വീടല്ലേ? അതെ. ആരാ? ഞാൻ ഇഷയുടെ ക്ലാസ് ടീച്ചറായിരുന്നു. അപ്പോൾ ഇഷേനൊന്ന് കാണാൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ.
ആ വരൂ, അകത്തേക്ക് ഇരിക്കാലോ. ആ വരൂ വരൂ, ഇതാ ഇവിടെ ഇരിക്കും. ഓ ഷോ. ഞാൻ ഇപ്പൊ വരാട്ടാ. ഓ ഷോ. കൊള്ളാല്ലേ? എടി എടി എടി, നിന്റെ ടീച്ചർ വന്നിട്ട് വേഗം പോയി ചായ ഉണ്ടാക്ക്. ടീച്ചറോ? ആ ഞാൻ ഇപ്പം ഉണ്ടാക്കാം ചായ. പിന്നെ ഞാൻ പറയാതെ നീ അങ്ങോട്ടേക്ക് വരണ്ടാട്ടോ. ആ ടീച്ചറെ, എന്തേ അവളെന്തേലും കുഴപ്പമുണ്ടാക്കിയോ സ്കൂളിൽ? ഏയ് അങ്ങനെയൊന്നുമില്ല. ലാസ്റ്റ് കുറേ മീറ്റിംഗ് ഒന്ന് വിളിച്ചപ്പോൾ നിങ്ങൾ വന്നില്ലല്ലോ. പിന്നെ ഏതായാലും ഞാനൊന്ന് നേരിട്ട് കാണാമെന്നുള്ള രീതി വന്നതാ. ഞാൻ ഇർഫാന, അവളെ മാത്സും ക്ലാസ് ടീച്ചറും ആണ്. ഇത് കൂടെ വന്നത് നമ്മൾ സൂര്യ മിസ്സാണ് കേട്ടോ, അവളെ ഇംഗ്ലീഷ് മിസ്സാണ്. ഓ അതെല്ലേ. അവൾ ക്ലാസ്സിൽ പഠിക്കാനൊക്കെ എങ്ങനെ? പഠിക്കാനൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ഉഷാറാണ് ക്ലാസ്സിലേക്ക് കേട്ടോ. നല്ല ബ്രില്യൻ്റ് ആയിട്ട് സ്റ്റുഡൻ്റ് ആണ്. ലാസ്റ്റ് ഇപ്പോൾ ഒരു പെയിൻറ്റിങ് കോമ്പറ്റീഷനിലേക്ക് ഫസ്റ്റ് കിട്ടി പറഞ്ഞില്ലേ? ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രോഫിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ പെയിൻറ്റിംഗ് ഒക്കെ ഞാനേ അവളെ പഠിപ്പിച്ചത്. ഓ അതെയോ? നിങ്ങൾ നന്നായിട്ട് വരക്കുമല്ലേ അപ്പോൾ? ആ ഞാൻ അത്യാവശ്യം നന്നായിട്ട് വരക്കും. എനിക്ക് ഒരുപാട് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പണ്ട്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വന്നതേ ഇഷമോളെ കാര്യം സംസാരിക്കാൻ തന്നെ കേട്ടോ. അവൾ പഠിക്കാനൊക്കെ ഭയങ്കര സ്മാർട്ടാണ്, ഭയങ്കര ഉഷാറാണ്. പക്ഷെ ക്ലാസ്സിൽ എപ്പോഴും ഭയങ്കര ഗ്ലൂമി ആയിട്ട് കാണുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ എന്തെങ്കിലുമൊക്കെ? നിങ്ങൾ അവളെ രണ്ടാനമ്മയാണോ? ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വന്നതേ ഇഷമോളെ കാര്യം സംസാരിക്കാൻ തന്നെ കേട്ടോ. അവൾ പഠിക്കാനൊക്കെ ഭയങ്കര സ്മാർട്ടാണ്, ഭയങ്കര ഉഷാറാണ്. പക്ഷെ ക്ലാസ്സിൽ എപ്പോഴും ഭയങ്കര ഗ്ലൂമി ആയിട്ട് കാണുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ എന്തെങ്കിലുമൊക്കെ? നിങ്ങൾ അവളെ രണ്ടാനമ്മയാണോ? ആ ഞാൻ രണ്ടാനമ്മ തന്നെയാണ്. പക്ഷെ ഞാൻ അവളെ ശരിക്കും എൻ്റെ സ്വന്തം മോളായിട്ടാണ് കാണുന്നത്. രണ്ടാനമ്മ എന്നുള്ള ഒരു വേർതിരിവ് ഞാൻ ഇതുവരെ അവളോട് കാണിച്ചിട്ടില്ല. അയ്യോ ഒന്നും തോന്നരുത് കേട്ടോ, ഞാൻ ജസ്റ്റ് റെക്കോർഡ്സിൽ കണ്ടു, അതുകൊണ്ടൊന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ആ അതിനിപ്പോൾ എന്താ, ഞങ്ങൾ കല്യാണം ഇപ്പം അടുത്തേ കഴിഞ്ഞിട്ടുള്ളേ. ആ ഓക്കെ. അപ്പം ചിലപ്പോൾ ഇഷമോളെ കാര്യം കുറച്ചും കൂടി നന്നായിട്ട് ഉപ്പാക്കായിരിക്കുമല്ലേ അറിയാം. ഉപ്പ ഗൾഫിലാണോ? ആ അതെ, മോളുടെ ഉപ്പ ഗൾഫിലാണ്. ആ അങ്ങനെയാണെങ്കിൽ ഇത് അവിടെ ഉപ്പാരെ നമ്പർ ഉണ്ടല്ലോ, ഞാനൊന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ അറിയിച്ചോളാം എന്നാലും. അയ്യോ വേണ്ട വേണ്ട, മൂപ്പരിപ്പ ഒന്നാമത് ഫുള്ള് ബിസിയാണ്. പിന്നെ മാത്രമല്ല മോളെ കാര്യങ്ങൾ ഞാനാണ് ഇപ്പം എല്ലാം നോക്കുന്നത്. മോൾക്ക് ഇന്ന കഴിഞ്ഞിട്ടുള്ളൂ അവളൊപ്പൊക്കെ. ഇനി അവളെ എന്ത് കാര്യങ്ങളും ടീച്ചർ ഇന്ന അറിയിച്ചാൽ മതി, അവളൊപ്പാനൊന്നും അറിയിക്കണ്ട കേട്ടോ. ആ ഓക്കെ ഓക്കെ. അല്ല ഇഷമോൾ എവിടെ? കണ്ടില്ലല്ലോ. എവിടെ ചായ അതുവരെ ഉണ്ടാക്കിയില്ലേ? പിന്നെ നിന്നെപ്പോൾ ടീച്ചർ വിളിക്കും. ഇവിടെ നടക്കണൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്നെ അറിയാലോ. ഈ താത്ത കൊടുക്കത് തള്ളല്ലേ? ശരിയാ, പതുക്കെ പറഞ്ഞ് കേൾക്കണ്ടാവും. ചായ ഞാൻ എടുത്തോളാം, നീ എൻ്റെ പിന്നാലെ വാ. പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. ഇത് ടീച്ചറെ ചായ. ഇഷമോളെ ഇതാരാ വന്നിക്കണോ നോക്കിയേ. ഹായ് ടീച്ചറെ, സുഖാണോ? ആ സുഖാണല്ലോ. മോളെ കാണാൻ വേണ്ടി മാത്രമായിട്ടാ വന്നത്. വാടി ഇരിക്കുവാ. ആ ഇരുന്നോ. ആ ടീച്ചർ ചായ കുടിക്കൂ. നല്ല ചായയാണല്ലോ. ആണോ? ഞാൻ ഉണ്ടാക്കിയതാ. ആ ഇഷമൊക്കെ ഒന്ന് ഫസ്റ്റ് കിട്ടിയില്ലേ കോമ്പറ്റീഷനിൽ, അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല കേട്ടോ. അപ്പം ഇന്ന് ഇതാ മിസ് ഒരു കുഞ്ഞു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇഷമൊക്കെ ഇതാ ഞങ്ങളെ വക ഒരു കുഞ്ഞ് കേക്കാണ് കേട്ടോ. ഹായ്, താങ്ക് യു ടീച്ചർ. എന്നാൽ പിന്നെ വൈകിപ്പിക്കുന്നത്, ഞങ്ങൾ ഇറങ്ങാണ് കേട്ടോ. ഇനി മീറ്റിംഗ് ഒക്കെ വരുന്ന സമയത്തൊന്ന് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യണേ. ആ എന്നാൽ സമയം കിട്ടുമ്പോൾ ഒക്കെ ഇങ്ങോട്ടേക്ക് വരൂ കേട്ടോ. അപ്പോൾ ശരി കേട്ടോ. ശരി ശരി കേട്ടോ ഇഷമോളെ. ആ അല്ല എൻ്റെ കേക്ക്. എടി ആരടി നിന്നോട് കേക്ക് കുറിക്കാൻ പറഞ്ഞേ? എണീക്കടി ഓടുന്ന്. കത്തി എടുത്താ എന്നാ ഈ ചെറിയ പീസ് കഴിച്ചാൽ മതി. നീ പോയിക്കോ. നീ എന്താ ഇവിടെ നോക്കണേ? പോയിക്കോ ഇവിടുന്ന്. ഹായ് പ്ലം കേക്ക്. ഇത് മുഴുവൻ ഞാൻ തന്നെ തിന്നു. ഇഷതാത്ത, ഇഷതാത്ത, ഇഷതാത്തനെ കണ്ടിന്നാ? ഞാൻ കണ്ടിട്ട് എൻ്റെ ഒരു ഇഷത്താത്ത. ഇഷതാത്ത, 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 ഇഷതാത്ത കിടന്ന് എന്താ ചെയ്യണ്? ഒന്നുമില്ലടാ, ഞാൻ വെറുതെ നോക്കിയതാ. ഇഷതാത്തക്ക് എന്താ പറ്റി? അല്ല ഒന്നുമില്ല, ഞാൻ വെറുതെ കിണർക്ക് നോക്കിയിരുന്നതാ. എന്നാ ഇഷതാത്ത വാ, വാ. ഇഷതാത്ത ഓടിക്ക്. ഇഷതാത്തക്ക് എന്താ പറ്റിയത്? സത്യം പറ. ഇന്ന് സ്കൂളിലൊരു സംഭവം ഉണ്ടായടാ.
എന്താ ഉണ്ടായത്? എടാ അന്ന് ഇവിടെ വന്ന ടീച്ചറില്ലേ, ഇർഫാന്റെ ടീച്ചറാ? ആടെ ഇർഫാന ടീച്ചറില്ലേ ഇന്ന് ഇന്നെ സ്റ്റാഫ് റൂമിക്ക് വിളിപ്പിച്ച്. അതെന്തീന്? ടീച്ചർക്കില്ലേ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. എന്താ പ്രശ്നം? ടീച്ചർ എന്നോട് ചോദിച്ചു ഉമ്മച്ചി അടിക്കണുണ്ടോ ചീത്ത പറയണുണ്ടോന്ന്. ഇഷത്താത്ത എന്താ പറഞ്ഞത്? ഇവിടെ ഒരു കുഴപ്പമില്ല എന്നാ ഞാൻ പറഞ്ഞത്. എന്നിട്ട് കുറേ ചോദിച്ചു എന്തൊക്കെ പറയുന്നു. ഞാൻ പേടിച്ചിട്ടൊന്നും പറഞ്ഞില്ല. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ. ഇഷത്താത്തക്ക് പറഞ്ഞോടെ എന്നാ? പിന്നെ എനിക്ക് പാവം തോന്നി. എന്തായാലും നമ്മളെ ഉമ്മച്ചിയല്ലേ, ഉമ്മച്ചി എന്തെങ്കിലുമൊക്കെ നന്നായിക്കോളും. നല്ലത് തന്നെ. സാരിയില്ല, നന്നായിക്കോളും, ഞാൻ സഹിച്ചോളാം. മുത്താറാക്കയാണല്ലോ. ഹലോ മുത്താറാക്ക, എന്താ വിശേഷം? വീടിരിക്കലൊക്കെ കഴിഞ്ഞില്ലേ? അങ്ങനെ പറയല്ലേ ഇന്ന്. മോനക്ക് പനി ആയതുകൊണ്ടല്ലേ വരാൻ പറ്റാഞ്ഞ്. ഇൻഷാ അല്ലാ ഞങ്ങൾ എന്തായാലും വരും. മോനും മോളിയും തീർച്ചയായിട്ടും രണ്ടാളായിട്ടും വരാം. പിന്നെ എന്തൊക്കെയുണ്ട്, എങ്ങനെയുണ്ട് പുതിയ വീടൊക്കെ? ഇൻഷാ അല്ലാ നമുക്ക് നേരിട്ട് കാണാം. 2 ദിവസം കൊണ്ട് തന്നെ വരും. ഓക്കെ. ഇനിയിപ്പോൾ മുക്താറാക്കാൻ്റെ വീട്ടിലൊന്ന് പോകണല്ലോ അല്ലേ? എന്തായാലും ഷെഫിയാക്കാനോടൊന്ന് വിളിച്ചു ചോദിച്ചു നോക്കാം. അതാ വിളിക്കണല്ലോ. ഹലോ ഷെഫിയാക്ക, നിങ്ങൾക്ക് 100 വയസ്സാണ് കേട്ടോ. എന്താണ് 100 വയസ്സിന്റെ ഒക്കെ കഥ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മുത്താറാക്ക അന്ന് വീട്ടിൽ പോകാൻ പറ്റിയിട്ടില്ലല്ലോ വീടിരിക്കലിന്. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് മൂപ്പര് വിളിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് വരാനേ. എന്നാ പോയിട്ട് വാ. ഞാനും എമിമോനും കൂടി പോയിട്ട് വരാം എന്നാല് കേട്ടോ. ഈശനും കൂടി കൊണ്ടുപോയിക്കോ. അല്ല, വീട്ടിൽ ഇവിടെ ആരും ഇല്ലാത്തല്ല, അവള് ഇവിടെ നിന്നോട്ടെ. അത് വേണ്ടെന്ന്, അവൾ ഒറ്റക്ക് നിർത്തണ്ട, അവളെയും കൂടി കൊണ്ടുപോകണമെങ്കിൽ പോയാൽ മതി. എന്നാ കൊണ്ടുപോയിക്കോളാം. എന്നായിക്കോട്ടെ. അല്ല നിങ്ങൾ എന്താ വിളിച്ച്? നീ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഈ പറയാൻ പോയ കാര്യം മറന്നുപോയി. എന്തായാലും ഓർമ്മ വരുമ്പോൾ വിളിക്കാം. ശരി എന്നായിക്കോട്ടെ. ഓക്കെ. എമിമോനെ, എമീൻ. എന്താ മനുഷ്യ? എമീനെ, നാളെ നമുക്ക് മുത്താറാക്കാന്റെ വീട്ടിൽ പോവട്ടോ. ഏത് മൂത്രാക്ക? എടാ അമ്മച്ചിന്റെ ഫ്രണ്ട് മുത്താറാക്ക. എനിക്ക് നാളെ മിഠായി ഒക്കെ കൊടുത്തു തന്നീല്ലേ? മൂത്രാക്കല്ലേ? തന്നെടാ, നമുക്ക് നാളെ പോവട്ടോ. അപ്പൊ ഇഷത്താത്ത? അവളെയും കൊണ്ടുപോവാ, അവളോട് പറഞ്ഞേക്ക്. ഓക്കേ. എമിമോനെ, മുത്താറാക്കാന്റെ വീട് നോക്കടാ. വലിയ വീടല്ലോ. അവിടെ പോയിട്ട് ഇനി കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കണ്ടോ. പൊതി കണ്ടുതാ, ഞാൻ കൊടുത്തോളാം. ഉച്ചക്ക് വരും പറഞ്ഞാൽ ഇപ്പോഴല്ലേ വരുന്നത്, രാത്രി അല്ല ഉച്ചയായത്. ഒന്നും പറയണ്ട മുത്താറാക്ക, എന്തൊരു ബ്ലോക്കാണ് നിങ്ങളെ നാട്ടില്. ഞാൻ അവിടെ നിൽക്കല്ലേ, വാ കേറി വാ. സുഖല്ലേ മുത്താറാക്ക? എന്താ അത് കാട്ടി വെച്ചിരിക്കണ്? നല്ല അടിപൊളി വീടാണല്ലോ. അഭിപതൊക്കെ ഒരിക്കലല്ലേ ഉണ്ടാക്കുക, ഒന്നും നോക്കില്ല, പൈസ നോക്കിയില്ല, അത് ഉണ്ടാക്കി. ഇപ്പം എന്തായാലും വന്നില്ല, വീട് മൊത്തം ഒന്ന് കറങ്ങി കണ്ടേക്ക്. അപ്പം സാധനം റെഡിയാക്കി തരാം. മുത്താറാക്ക, സംഭവം എന്തായാലും അടിപൊളി ആയിക്കുന്നിട്ടാ. ഹബീബ, ഇതാ വെള്ളം കുടിക്കുക. എവിടെ മോളെവിടെ? അവളവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. നിങ്ങൾ ഇവിടെ ഇരിക്കും. മോളിതൊന്നും കുടിക്കൂലേ? അതിന് കൂട്ടത്തിലൊന്നും കൂട്ടാൻ പറ്റൂല. അത് ഞങ്ങളോട് പിന്നെ പറയണ്ട്. എന്തേ? നിങ്ങൾ ആ വെടി മുത്താറാക്ക. എന്നാലും നിങ്ങൾ എൻ്റെ കല്യാണത്തിന് വന്നില്ല. രണ്ടാമത്തെ വന്നില്ലെങ്കിൽ ആദ്യത്തെ വന്നില്ലേ? ഐശോ, ഇങ്ങോട്ട് വാ. അവിടെ അല്ലേ ഒരു താത്തണ്ട് കേട്ടോ, താത്തൻ്റെ പേരും പോയി കളിക്കിട്ടോ. ഞാൻ പോയിക്കോ. ഇഷത്താത്ത വാ കളിക്ക. ആയിഷുവിന് ഞാൻ ചിത്രം വരയ്ക്കാൻ പഠിപ്പിച്ചു തരട്ടെ. ഹബീബ്, എന്താ എൻ്റെ പ്രശ്നം? വന്നപ്പോൾ മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, മോൾ ഒറ്റപ്പെട്ട രീതിയിൽ നിൽക്കുന്ന, കൂട്ടത്തിൽ കൂടുന്നില്ല. എന്താ പ്രശ്നം? മുത്താറാക്ക, എനിക്ക് എന്താണെന്ന് അറിയില്ല, അവളെ പറ്റുന്നില്ല എനിക്ക് മോളായിട്ട് കാണാനേ. അങ്ങനെ പറഞ്ഞാൽ എന്താ? എൻ്റെ മോനെ മൂപ്പര് മോനായിട്ട് കാണുന്നില്ലേ? അതേപോലെ മൂപ്പരെ മോളെ എനിക്ക് അതേപോലെ എൻ്റെ മോളായിട്ട് കണ്ടുകൂടെ? അതിന് ഞാൻ ഓളെ പ്രസവിച്ചൊന്നല്ലല്ലോ, എൻ്റെ ചോരയല്ല. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ കുറേ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല അത് കാണാൻ. അതിന് ഞാൻ ഓളെ പ്രസവിച്ചൊന്നല്ലല്ലോ, എൻ്റെ ചോരയല്ല. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ കുറേ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല അത് കാണാൻ. എൻ്റെ അഭിപ്രായം, ഈ പഴയ തള്ളാർ ചിന്തിക്കാതെ ഈ 18ാം നൂറ്റാണ്ട് വണ്ടിയും കയറി ഇങ്ങോട്ട് പോവാ. നീ ചിന്തിക്കണ മാതിരി അയാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതൊക്കെ നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷേ നീ ചിന്തിക്കേണ്ട ഒരു ചിന്ത എന്താ അറിയോ? നാളെ എമിമോൻക്ക് നീ ഇല്ലാത്തൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇഷത്താത്ത എനിക്ക് ചിത്രം വരയ്ക്കാനൊക്കെ പറ്റും. അടിപൊളിയാണല്ലോ, അടിപൊളിയായിരിക്കുന്നു. ഇങ്ങോട്ട് പോയി പഠിച്ചോട്ടോ നീ.
നീ കണ്ടോ ആ കുട്ടീൻ്റെ കഴിവ്? ഒരു ഉമ്മൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് ആ കുട്ടീൻ്റെ കഴിവ് നീ വളർത്തല്ല വേണ്ടിയത്. അത് അനക്കെന്തും വയ്യാതായി കഴിഞ്ഞാൽ ആ കുട്ടിയല്ല എന്നെ നോക്കാണ്ടാവുക, എൻ്റെ മോനെക്കാട്ടിയും കൂടുതലുണ്ടാവും ആ കുട്ടിയായിരിക്കും ഉണ്ടാവുക. എൻ്റെ ഈ ഒരു സ്വഭാവം വെച്ച് ആ കുട്ടീനോട് പലതും കാട്ടിക്കൂട്ടുണ്ടാവും. പഠിച്ച റബ്ബ് എന്നോട് പൊറുക്കൂല മോളെ. നമ്മളൊക്കെ മരിച്ചു പോകുന്ന തടിയ മോളെ. കാരണം സുഖമില്ലാതെ കിടക്കുമ്പോൾ ആരാണ് ഒരു ഗ്ലാസ് വെള്ളം എടുത്തരാന്ന് പറയാൻ പറ്റൂല കേട്ടോ. ഞാൻ ശ്രമിച്ചോളാം മുത്താറാക്ക, ഇനി ഇത് പറഞ്ഞ് നമ്മൾ തെറ്റണ്ട. ഇനി എന്തായാലും നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് സംസാരിക്കാം. ആജിയെ ആ ഭക്ഷണം എടുത്തേക്ക്. മുത്താറാക്കങ്ങൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി ഈ തോനെ കാലത്തിൻ്റെ ശേഷം വന്നല്ലേ, ഇപ്പൊ ബിരിയാണി തന്നെ ആക്കി കഴിഞ്ഞു. അഭിപജി മോളൊന്ന് പോയി വിളിച്ചു. അവിടെ നിൽക്കണ്ട, അവൾ അടുക്കളയിൽ ഇരുന്ന് കഴിച്ചോളൂ. ഒന്ന് പോത്തിനോട് വില ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ പോയി വിളിച്ചോളാം. ഇശു ഐശു അമ്മ ഭക്ഷണം കഴിക്കുക. മോള് വാ, രണ്ടാളും വരി. ആ ഭക്ഷണം കഴിക്കാട്ടോ. വാ. ഞാനിരിക്കണോ? അവിടെ എങ്ങനെ ഇരുന്നോ. എന്നാ എമ്മിമോൻ കഴിക്കും. ആയി ബിരിയാണി കഴിക്കാതെ പറഞ്ഞ പറ്റില്ല. അപ്പൊ മുത്താർക്ക ഞങ്ങൾ ഇന്ന് ഇറങ്ങട്ടെ കേട്ടാ. ഇജ്ജി ഇറങ്ങിക്കോ, പക്ഷെ ആ മോളെ നല്ലപോലെ നോക്കിക്കൊണ്ടിട്ടോ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറന്നോണ്ടാ കേട്ടോ. അതെന്തായാലും ഞാൻ ശ്രമിച്ചോളാം മുത്താറാക്ക. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്തായാലും ആശുവിനെ നെജുവിനെ കൂട്ടിട്ട് ഒരു ദിവസം വീട്ടിൽ ഇറങ്ങിട്ടാ പോട്ടെ. അയ്യോ, ഇതൊക്കെ എന്നാ പഠിച്ചു തീരല്? ഒരു കൊതുക്, കൊതുക്. ഓട്ടത്തിൽ ഞാനാണിത്. എമിക്കുട്ടീനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഇഷത്താത്ത ശരിക്കും പേടിച്ചാ? ഇതൊക്കെ ഞാൻ വെള്ളം കുടിക്കട്ടെ. ശരിക്കും ഞാൻ കൊട്ടിച്ചാത്തനെ വിചാരിച്ച്. ഇഷത്താത്ത എന്നാ പഠിച്ചോ, ഞാൻ കളാറ് എടുക്കട്ടെ. ആ എടേ എമിനെ, എനിക്കൊരു സമ്മാനം ഉണ്ട് തരാന്. എന്ത് സമ്മാനം? ഇതൊരു ഗെയിമാണ്, നിന്റെ ഫ്രണ്ട് തന്നതാ. എമിമോൻ എടുത്തോ. ഇതെങ്ങനെ കളിക്കാ? ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ സൈഡിലൊരു പെന്നുണ്ട്, അത് എടുക്കുക. ഇതിൽ കുറേ ബോൾസ് ഉണ്ട്, നമുക്കത് ഇതിലെടുത്തിട്ട് നമ്മൾ സെൻറ്ററിൽ ഇടണം. ഇതാണ് ഗെയിം. മനസ്സിലായോ? നല്ല ഗെയിമല്ല. തന്നാ ഞാൻ കളിക്കട്ടെ. ഈ സൈഡ് കൂടെ ഇങ്ങനത്തെ എടുത്തിട്ട് ഈ കൂടെ എടുത്തിട്ട് ഈ സെൻറ്ററിലോട്ട് ഇടാം. ഇഷത്താത്ത അമ്മച്ചിനെ പഠിപ്പിക്കട്ടെ. ഇഷത്താത്ത അമ്മച്ചിനെ പഠിപ്പിക്കട്ടെ. അത് വേണ്ടടാ, നീ അതുകൊണ്ട് പോയി കളിക്കാൻ നോക്ക്. നിന്റെ അടുത്ത് ഒരു സാധനം കൂടി ഉണ്ട്, ഇപ്പൊ വരാം. ഇഷത്താത്ത ഇതെന്നുണ്ട്. പഠിച്ചോനെ, പേടിപ്പിച്ചല്ലേ ചെക്കന്. നിങ്ങൾ അമ്മച്ചിനെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. പഠിച്ചോനെ, എന്താവോ ആവോ. മുझे मुझे 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 ഇത് ഞാനാണ് വെച്ച. ചെക്ക മനുഷ്യന്റെ ജീവൻ കളഞ്ഞല്ല. നീ തന്നേ നോക്കട്ടെ. എങ്ങനെയുണ്ട്? മുച്ചിനെ പോലത്തെ ഉണ്ട്. പിന്നെ പോലെ ഉണ്ട് എന്നോ? ഏയ്, ഇതെന്നെ പോലെ ഒന്നുമില്ല. എമിക്കുട്ടാ, എമിക്കുട്ടാ, മിച്ചോടെ പോയതായിരുന്നു. അമ്മച്ചി ഹോസ്പിറ്റലിൽ പോയതായിരുന്നടാ. എമിക്കുട്ടാ, അമ്മച്ചി ഒരു സാധനം കൊണ്ടുവന്നത് നിനക്ക്. എന്ത് സാധനം? എമിക്കുട്ടാ, എന്നാ വലിയ കാര്യം വിളിക്ക്. താങ്ക് യു മിച്ചി. എന്നാ ഇതാൻ്റെ ഇഷത്താത്താക്ക് കൊടുത്താളാ. ഇഷത്താത്തക്ക മിച്ചക്ക് എന്താ പറ്റി? നന്നായാ? പോടാ പോടാ, പോയി അവൾക്ക് കൊടുക്കാൻ നോക്ക്. മനസ്സിലായി. ഇഷത്താത്ത എന്താടാ എമിക്കുട്ട? എന്താ ചോക്ലേറ്റ്? ഹായ്, വലിയ ഡയറി മിൽക്ക്. ഇത് എവിടുന്നാടാ? ആരാന്നറിയോ? മെച്ചി. ഇമ്മച്ചി എമിമോൻക്ക് തന്നല്ലേ, എമിമോ എടുത്തോ. അല്ല, ഇഷത്താത്തക്ക് തന്നതാ മെച്ചി. പോണ കള്ളം പറയാതെ.
അല്ല പൊട്ടത്തെ എനിക്ക് ഉമ്മച്ചി തന്നിക്കണ്. 2 ഡയറി മിൽക്കാ? ആ അമ്മക്ക് രണ്ടാക്കും ഉള്ളതാ. ഉമ്മച്ചിക്ക് ഇപ്പൊ എന്താ പറ്റി? എന്താ പറ്റിക്കണ്? അനക്കെന്തും വയ്യാതായി കഴിഞ്ഞാൽ ആ കുട്ടിയല്ല എന്നെ നോക്കാണ്ടാവുക, എൻ്റെ മോനെക്കാട്ടിയും കൂടുതലുണ്ടാവുക ആ കുട്ടിയായിരിക്കും ഉണ്ടാവുക. നമ്മളൊക്കെ മരിച്ചു പോകുന്ന തടിയ മോളെ. കാരണം സുഖമില്ലാതെ കിടക്കുമ്പോൾ ആരാണ് ഒരു ഗ്ലാസ് വെള്ളം എടുത്തരാന്ന് പറയാൻ പറ്റൂല കേട്ടോ. നീ കണ്ടോ ആ കുട്ടീൻ്റെ കഴിവ്? ഒരു ഉമ്മൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് ആ കുട്ടീൻ്റെ കഴിവ് നീ വളർത്തല്ല വേണ്ടിയത്. ഇഷ, എന്താ? ഇപ്പൊ പഠിക്കണ സമയല്ലേ, നിങ്ങക്ക് പോയി പഠിച്ചൂടെ? ഞാനത് തീർത്തിട്ട് പഠിച്ചോളാം. വേണ്ട, നിങ്ങൾ തന്നേക്ക്, ഞാൻ ചെയ്തോളാം. നീ പോയി പഠിക്കാൻ നോക്ക്. എന്താ അമ്മച്ചിക്ക് എന്താ പറ്റിയേക്കണ്? എന്താ പറ്റിയത്? ഞാൻ അവിടുന്ന് ക്ലീൻ ചെയ്യുമ്പോഴേ ഉമ്മച്ചി വന്നിട്ട് പഠിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ലാഭായില്ല. ഇമ്മച്ചിയാണ് ഇപ്പൊ ക്ലീൻ ചെയ്യണ്. നമുക്ക് നോക്കിയാലോ? എന്നാ വാ നമുക്ക് നോക്കാം. എന്നാലെന്താ അമ്മച്ചി ഇങ്ങനെ ആവാൻ കാരണം? ഞാൻ പറഞ്ഞില്ലേ അമ്മച്ചിക്ക് എന്താ പറ്റിയേക്കണ്? ഹായ് എമിനെ, മധുകുത്ത് വാടാ നമുക്ക് കഴിക്കാം. ടേസ്റ്റ് എന്താ? ഞാൻ സ്വപ്നത്തിൽ കണ്ട ടേസ്റ്റ് തന്നെ. എനിക്കോട്ടെ അത് കഴിച്ച്. സൂപ്പോ. എന്തിനാ ഇഷ ഭക്ഷണം കഴിക്കുമ്പോ എണീക്കണ്? അവിടെ ഇരുന്ന് കഴിച്ചോ. ഇതാ വെള്ളം കുടിച്ചോ. എടാ അമ്മച്ചി നന്നായാ? നടക്കട്ടെ നടക്കട്ടെ. ഇതെന്തപ്പ ഒരു കവറ്? ഹായ്, കളറും ബുക്കും. ഇത് പാര് വെച്ചതാവും. ഹെമിനല്ലാതെ വേറെ ആരും വെക്കാൻ. ഹെമിൻ, ഹെമിക്കുട്ടാ. വിളിച്ചോ? ഹെമിക്കുട്ടനല്ലേ ഈ കളേഴ്സും ബുക്കും വെച്ചത്? ഞാനല്ല അമ്മച്ചാവും. അമ്മച്ചി എന്താണ് ഈ കളേഴ്സും ബുക്കും വെക്കണ്? എനിക്കറിയില്ല. ഞാൻ വേണമെങ്കിൽ അമ്മച്ചിനോട് ചോദിച്ചോക്കാം. ഹെമിക്കുട്ടൻ ചോദിച്ചോക്കെ. ഞാൻ കളറൊന്ന് നോക്കട്ടെ. ഹായ് ഹായ് ഹായ്, ബ്ലൂ കളർ. നീ കളർ നോക്കിക്കാതെ പോയി അമ്മച്ചിനോട് ചോദിച്ചു നോക്ക്. ഉമ്മച്ചേ, എന്താടാ? ഉമ്മച്ചാണോ അവിടെ കളർ ബുക്ക് വെച്ച്? ഏത്, ഇഷന്റെ ടേബിളിലാണോ? ആ അതാണോ? അത് ഞാൻ നിന്റെ ഇഷത്താത്താക്ക് വാങ്ങിച്ചു കൊടുത്താ. നിനക്കുണ്ടല്ലോ അതില്. പോയി രണ്ടാളും കൂടി കളർ കൊടുത്തോട്ടാ. ആ ഇന്റെ റബ്ബേ, എന്താടാ? ഉമ്മച്ചി വെച്ചതാ, നമുക്ക് രണ്ടാക്കുള്ളതാ. ഇനിയിപ്പം അമ്മച്ചിക്ക് ഇന്നെ ഇഷ്ടമായിട്ടാവോ? നെമിക്കുട്ടാ, നിനക്ക് ഞാൻ ചിത്രം വരക്കാൻ പഠിപ്പിച്ചു തരാട്ടാ.
ചോരല്ലേ റപ്പേത്? എന്താ ഇപ്പൊ ചെയ്യാ? ഷെഫിയാക്കാനോട് പറയണോ? വേണ്ട, ഇനി മൂപ്പര് അവിടെ നിന്ന് ടെൻഷൻ ആവണ്ടല്ലോ അല്ലേ. എന്തായാലും തലവേദനന്റെ കാര്യം പറയാം. ഹലോ ഷെഫിയാക്ക, ആ പറ ബീബ. ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ല തലവേദനന്റെ കാര്യം, അതൊട്ടും കുറവില്ലേ ഇപ്പൊ കാണിച്ചിട്ട്? അതെ, ഒരു കാര്യം ചെയ്തോ, ഡോക്ടറെ ഒന്ന് മാറ്റി കാണിച്ചോ. അതിപ്പോൾ തലൻ്റെ പ്രശ്നമല്ലേ, എനിക്ക് തോന്നണത് കോഴിക്കോട് നല്ല ഡോക്ടേഴ്സ് ഉണ്ടാവും തോന്നണം. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇല്ലേ മുത്താർക്ക, മൂപ്പരോടൊന്ന് അന്വേഷിച്ച് നോക്ക്. മൂപ്പരെ ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ ആ ഭാഗത്തൊക്കെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. ആ മൂപ്പരോടൊന്ന് ചോദിച്ചു നോക്കല്ലേ. എന്നാൽ നല്ലൊരു ഡോക്ടറെ കണ്ടിട്ടെ നാളെ തന്നെ ഒന്ന് പോയിക്കോ അങ്ങോട്ടേക്ക്. എന്നാൽ നാളെ തന്നെ കാണിച്ചോളാം. മറക്കണ്ട, ഇനി വെച്ച് താമസിപ്പിക്കണ്ട എന്തായാലും. പിന്നെ വേറെ ഒന്നുമില്ലല്ലോ. അല്ല, ഈ മോളായിട്ട് സംസാരിക്കുന്നില്ലേ? ഞാൻ മോൾ കൊടുക്കാം. ഞാൻ കുറച്ച് തിരക്കിലടി. എന്താ നിങ്ങൾ ഇങ്ങനെ? മോളായിട്ട് എത്ര ദിവസമായി സംസാരിച്ചിട്ട്? കുഴപ്പമില്ല, ഞാൻ രാത്രി വിളിച്ചോളാം. അപ്പം എന്തായാലും നീ ഒരു കാര്യം ഇപ്പം തന്നെ മുത്താറക്കനെ വിളിച്ചേക്കട്ടാ. ഓക്കെ 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 ശരി എന്നാൽ. എന്തായാലും മുത്താറാക്കാൻ ഇപ്പം തന്നെ ഒന്ന് വിളിച്ചോക്കാം. ഹലോ മുത്താറാക്ക, എന്താ വിശേഷം? അബീബ സുഖാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? പിന്നെ നിങ്ങൾ തിരക്കിലാണോ? എനിക്കൊരു കാര്യം പറയണ്ടേന്ന്. അല്ല തിരക്കൊന്നുമല്ല, നീ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. എനിക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നേ, ഞാനത് വേറെ ആരോടും ഷെയർ ചെയ്തിട്ടില്ല. എന്ത് പ്രശ്നം? എനിക്ക് കുറച്ചായിട്ട് തലവേദൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നേ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറച്ച് ബ്ലഡ് മൂക്കുന്ന് വരുന്നത് കാണുന്നുണ്ട്. ഞാനാണെങ്കിൽ അത് ആരോടും പറഞ്ഞിട്ടുമില്ല. എന്താ അബീബ പറയുന്നത്? മൂക്കിൽ ബെഡോ? ആരും അറിയിച്ചിട്ടില്ല? ഞാനിപ്പോൾ ഷെഫിയാക്കാനെ വിളിച്ചിട്ടുണ്ടായിരുന്നേ, തലവേദനയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് പുള്ളിനോട്. അപ്പോൾ മൂപ്പനാ പറഞ്ഞത് മുത്തറാക്കാനൊന്ന് വിളിച്ചു നോക്ക്, കോഴിക്കോട് നല്ല ഡോക്ടർ ഉണ്ടാവുമല്ലോ, അവിടെ മാറ്റി കാണിക്കാനേ. മൂപ്പര് അറിയിക്കാച്ച നന്നായില്ല, കാരണം ഇപ്പോൾ അറിയിക്കണ്ട. ഞാൻ നോക്കട്ടെ, ഞാൻ കോഴിക്കോട്ടിൽ ഒരു മുബഷിർ ഡോക്ടറുണ്ട്, എൻ്റെ ഫ്രണ്ടും കൂടിയാണ്. അവന് ഫ്രീ ആണോ നോക്കണം, ഒന്ന് ഞാൻ ചോദിച്ചു നോക്കട്ടെ. ആണോ? നിങ്ങൾ നാളെ തന്നെ ഒന്ന് ബുക്ക് ചെയ്ത് തരുമോ? എനിക്ക് ഒട്ടും വയ്യായിരുന്നേ. ഈ ടെൻഷൻ ആവണ്ട, നാളത്തേക്ക് ഞാൻ അപ്പോയിൻമെൻ്റ് എടുക്കാം. എന്നാലേ നിങ്ങളും കൂടി നാളെ എൻ്റെ കൂടെ ഒന്ന് വരണേ, എനിക്ക് നല്ല പേടിയുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് നാളെ വിളിക്കിട്ടാ. ഞാൻ നോക്കിയിട്ട് വിളിക്കാം, ഈ ടെൻഷൻ ആവണ്ട. എന്തായാലും അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഞാൻ എന്തായാലും വിളിക്കാം. എന്നാൽ ശരി, നിങ്ങൾ വിളിക്കിട്ടോ. ഹെമീൻ, ഉമ്മച്ചിന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരൂ കേട്ടാ. ഉമ്മച്ചിക്കെന്താ പറ്റി? ഉമ്മച്ചിക്ക് അന്ന് തലവേദന പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് വരാം കേട്ടോ. ഞങ്ങളും വരട്ടെ? അത് വേണ്ടട്ടാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്കൂളുള്ളതല്ലേ, സ്കൂൾ കളയണ്ട. ഞാൻ പോയിട്ട് വേഗം വരാം കേട്ടോ. പിന്നെ ഇഷ, ഞാൻ അഥവാ ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ ലേറ്റ് ആയാലേ നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോണം കേട്ടോ. ഞാൻ നോക്കിക്കോളാം. ഹലോ മൂത്താർക്ക, നിങ്ങളുടെ ഹോസ്പിറ്റലിൽ എത്താനായോ? ഞാൻ എത്തി, ഞാൻ അവിടെ എത്തി. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഹബീബ, എന്താ ഉണ്ടായത്? ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തലവേദന ആയിരുന്നേ. ഇപ്പോൾ 2 ദിവസമായിട്ട് മൂക്കുന്നും ബ്ലഡും കാണുന്നുണ്ട്. എനിക്കൊരു വല്ലാത്ത പേടി, ഇനി വലിയ എന്തെങ്കിലും അസുഖമാവുമെന്നേ. അതാ പിന്നെ വേഗം കാണിക്കാന്ന് വെച്ച്. ഇജ്ജ് എന്തിനാ പേടിക്കണം? നമ്മൾ ഡോക്ടറെ കാണാം, ഡോക്ടറെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്, നമ്മൾ പോയി നോക്കാം. ഡോക്ടർ, മേ ഐ കം ഇൻ? അല്ലല്ലോ മുത്താർക്ക, ഞാനിന്ന് ഓഫാണ്. എന്താ കാര്യം? ഇരുന്നിട്ടൊക്കെ പറഞ്ഞാൽ മതിയില്ലേ? ഇരിക്കി ഇരുന്നിട്ടൊക്കെ പറഞ്ഞാൽ മതി. അല്ല മുത്താർക്ക, എത്ര കാലമായി കണ്ടിട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഓർമ്മ ഉണ്ടാവുള്ളൂ അല്ലേ? പൊന്നാറ് മോശം, എന്നെ കാണാതാക്കാനാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ആയിക്കോട്ടെ, നമ്മൾ കാര്യത്തിൽ എടുക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞ കക്ഷി. അടാ, ഇതാണ് ഞാൻ പറഞ്ഞ ആൾ, എൻ്റെ ഫ്രണ്ടാണ് ഹബീബ. ഹബീബ എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്താ പറഞ്ഞോളി, എന്താ പ്രശ്നം? ഡോക്ടറെ, കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര തലവേദനയാണ്. തലവേദന പറഞ്ഞാൽ തല ഇങ്ങനെ വെട്ടി പൊളിയുന്ന പോലത്തെ ഒരു വേദനയാണ്. അപ്പോൾ കൂടാതെ അതിൻ്റെ കൂടെ ഒരു ചുമയും വന്നിട്ട് ഇങ്ങനെ മൂക്കുന്ന ബ്ലഡും കാണുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആകെ ഭയങ്കര ടെൻഷനിലാണ്. അതാ ഞാൻ മൂപ്പരെ കൂട്ടിയിട്ട് വന്നത്. ഇതിപ്പോൾ ഏകദേശം എത്ര ഉണ്ടാവും ഇത് തുടങ്ങിയിട്ട്? ഏകദേശം ഇപ്പോൾ ഒരു 6 മാസമൊക്കെ ആയി കാണും. ഇപ്പോൾ ഈ ബ്ലഡ് വരാൻ തുടങ്ങിയിരിക്കുന്നത് 2 ദിവസമായിട്ടാണ്. മറ്റെന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ്, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അങ്ങനെ എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ വെച്ച് ഞാൻ തലവേദനക്ക് വേറെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മൂപ്പര് തന്ന ടാബ്ലറ്റ് ഇതൊക്കെ കഴിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ അല്ലേ കഴിക്കുന്നത്? ഓക്കെ, നമുക്ക് ആ കണ്ണൊന്ന് നോക്കട്ടെ. മറ്റേ ശ്വാസം എടുക്കാൻ അങ്ങനെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അസ്വസ്ഥത അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇതുവരെ ശ്വാസം എടുക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം, ഒരു 2 ബ്ലഡ് ടെസ്റ്റിനുള്ള കാര്യങ്ങൾ ഇതിൽ എഴുതുന്നുണ്ട്. ഓക്കെ, നമ്മുടെ താഴെയാണ് ലാബ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് എന്ത് ചെയ്തോളി, ചെക്ക് ചെയ്തോളി. നൗത്താറാക്ക, നമ്മളിത് എടുത്തിട്ട് വരിക.
മുത്തർക്ക അവിടെ ഒന്നുകൂടെ ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം കണ്ടോ, കുറേ സംസാരിക്കാണ്ട്. നേരെ പോയി വലത്തോട് ഇരുന്നാൽ ലാബാണ്. ഒന്നും പേടിക്കണ്ട, അവിടെ പോയി ഇത് കൊടുത്താൽ സിസ്റ്ററെ കൊടുത്താൽ മതി കേട്ടോ. നൗത്താറാക്ക ഞാൻ അത് ചെയ്തിട്ട് വരാട്ടോ. മുത്തർക്ക ഇങ്ങോട്ട് ഇരിക്കും, നിങ്ങൾക്ക് എന്തൊക്കെ രോഗമുള്ളത് നോക്കട്ടെ. അല്ല ഈ പേഷ്യൻ്റ് ഇപ്പോൾ നമ്മൾ ആരായിട്ട് വരും? എടാ അതെനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എൻ്റെ സംസാരത്തിലും ടോണിലൊക്കെ എനിക്ക് എന്തൊക്കെ പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ട്.